വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. യൂദായുടെ ലേഖനം 14-15 തിരുവെടുത്താണ്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപഗതിയോടെ ചെയ്ത ഭക്തവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. അവിടെ കർത്താവ് വരും എന്നുള്ളതാണ് പ്രധാന വിഷയം. കർത്താവ് വരും. നമ്മുടെ യോഗത്തിൻ്റെ സമാപന ദിവസവും കൂടെ ആണല്ലോ. അപ്പം അതാ അതിൻ്റെ യോജിപ്പ്. കർത്താവ് വരും. ചില കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകമാണ് യൂദയുടെ ലേഖനം. പുതിയ നിയമത്തിലെ 26-ാമത്തെ പുസ്തകവും. മൊത്തം ഇത് 66 പുസ്തകമാണ്. 66. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66 പുസ്തകം. ചില ആൾക്കാരുടെ ഈ പുസ്തകം കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ ചിലരിപ്പോ ചിന്തിക്കുക അതാരാന്ന്. അതവരെ കാണുമ്പോൾ അറിയാം. അവരുടെ സംസാരവും വസ്ത്രധാരണവും നടത്തവും രീതിയും ആരാധനയും മറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം അത് പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ പോകുന്നത്. എവിടെ വെച്ച് കണ്ടാലും അവരെ അറിയുകയും ചെയ്യാം ഇത് പുസ്തകം കൂടുതലുള്ള ആൾക്കാർ. ഇപ്പം പുസ്തകം കൃത്യമുള്ളവരെയും കണ്ടാൽ പിടികിട്ടുന്നില്ല. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞാൽ അവരും പെന്തിക്കോസിലാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതേതാ? അത് ആലിക്കാസ് പെന്തിക്കോസാന്ന് പറഞ്ഞു. ആലിക്കാസ് പെന്തിക്കോസ് മനസ്സിലായി കാണും. അപ്പം വന്നിപ്പം അവരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഈ പുസ്തകം 66 പുസ്തകമടങ്ങുന്ന സത്യവേദ പുസ്തകം. ഇതുപോലെ ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഉണ്ടാക്കാനൊക്കത്തുമില്ല. ഇത് നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഈ പുസ്തകം 66 പുസ്തകം ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ടാണ് എഴുതി തീർത്തത്. അല്ലാതെ ഒരു രാത്രി അച്ഛനിരുന്നങ്ങ് എഴുതി തീർത്തതല്ല. 1-2 പേര് പറഞ്ഞു കുഞ്ഞുഞ്ഞെ നമുക്കൊരു പുസ്തകം എഴുതാം, നീ കൂടെ കൂട്, നമുക്കിരുന്നങ്ങ് എഴുതാം. എഴുതി 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 ഊപ്പാട് വന്നപ്പോൾ എന്നാ മതിയെന്നും പറഞ്ഞ് നിർത്തിയതല്ലിത്. ഇത് 1600 കൊല്ലങ്ങൾ കൊണ്ട് ഏതാണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട് തീർത്ത പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇതിന്റെ വിശേഷതകള് എഴുതിയ പലരും തമ്മിൽ കണ്ടിട്ടില്ലെന്നുള്ളത് മാത്രമല്ല, പലരും പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാ. മോശ ജീവിച്ച കാലത്തല്ലല്ലോ പൗലോസ് ജീവിച്ചത്. നൂറ്റാണ്ടുകൾ വ്യത്യാസമാണ്. പക്ഷെ ഇവരാരും തമ്മിൽ കണ്ടിട്ടില്ല. ആശയവിനിമയങ്ങളൊന്നും നടത്തി. ഇപ്പോഴാണ് എഴുതുകയോ വല്ലതും ചെയ്ത ഉടനെ അയച്ചു കൊടുക്കുക. ക്ലീൻ ഇവിടുന്ന് ക്ലീൻ അങ്ങോട്ട്. അന്ന് ഈ സമ്പ്രദായങ്ങളൊന്നുമില്ല. പലരും തമ്മിൽ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫോണോ മറ്റു മാധ്യമങ്ങളൊന്നുമില്ല. പക്ഷേ തന്നെയല്ല ഇവർ പല രാജ്യങ്ങളിൽ ജനിച്ച് ജീവിച്ചവരാ, മരിച്ചവരുമാ. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ചില ഭൂഖണ്ഡങ്ങളിൽ പാർത്തവരാ പലരും. അപ്പോൾ ഇവരാരും തമ്മിൽ കണ്ടിട്ടില്ല, ആശയവിനിമയങ്ങൾ നടത്തിയിട്ടില്ല, ഒത്തുചേർന്നിട്ടില്ല. പക്ഷേ ഇത് എഴുതി വന്നപ്പോൾ ഈ പുസ്തകം ഒത്തെന്നുള്ളതാ വിശേഷത. ഞാൻ എപ്പോഴും പറയും ഇത് തിരുത്തേണ്ടി വന്നിട്ടില്ല, വെട്ടേണ്ടി വന്നിട്ടില്ല, തൂക്കറവറൊന്നും കൊടുക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. അതിന് ഒരു തെളിവ് തരാം. ഒത്തിരി ഉണ്ട്. ഒരു തെളിവ് 1600 കൊല്ലം മുമ്പ് ഈ പുസ്തകത്തിൽ എഴുതി. 1-1 വായിച്ചോ കർത്തൃദാസനെ. ഉൽപ്പത്തി 1-1 എല്ലാം മനപ്പാടമാന്നിലും ഒന്ന് വായിച്ചോ. ഇത് അത് തന്നെ ആന്നല്ല കേൾക്കുന്നവരോട് അറിയണമല്ലോ. അതിനാ ആദിയിൽ ദൈവം ആദിയിൽ ദൈവം അല്ലേ ഉശിരായിട്ടൊക്കെ വായിച്ചു തന്നോ. ആദിയിൽ ദൈവം ദൈവം എന്നൊക്കെ പറയാൻ പോയെന്നൂടെ വായിച്ചു കേൾക്കട്ടെ. ആദിയിൽ ദൈവം അങ്ങനെ പോട്ടെ. ആകാശവും ആദിയിൽ ദൈവം. അപ്പൊ അത് ഏകവചനമാ. ദൈവം, ദൈവങ്ങൾ എന്നല്ല. പിന്നെയോ ദൈവം, ഏകവചനം.
ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, ഏകദൈവം. ആ ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ആദിയിൽ ദൈവം. 1600 കൊല്ലം കഴിഞ്ഞ് അത് ഇത് ചവിട്ടുന്നതിൻ്റെ ശബ്ദമാണ് കൊച്ച് ചിന്തിച്ചത് വേറെ ഏതാണ്ടെന്ന. ഇത് സ്റ്റേജ് ഇങ്ങനെ വെച്ചേക്കുന്ന പിന്നെ പുള്ളി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിൻ്റെ ഏതാണ്ടൊരു ചെറിയ എനിക്ക് ചിരിയൊക്കെ കണ്ടപ്പോൾ പിടി കിട്ടി. അപ്പോൾ ആദിയിൽ ദൈവം ഏകവചനമാണ്. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും ആ ദൈവത്തെ പറ്റി തന്നെ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ദൈവം കളിക്കാൻ ആരും കയറി വന്നില്ലെന്ന. അങ്കമ്മയും വന്നില്ല, മേരിയും കയറി ദൈവം കളിച്ച് മേരി ദൈവമായിട്ടൊന്നും വന്നില്ല, ചിന്ന ദൈവം കയറി വന്നില്ല. കോട്ടയത്തിലുണ്ടായിരുന്ന ദൈവം തങ്കയൊന്നും ഇതിനിടയ്ക്ക് കയറണ്ട, ദൈവം ദൈവമായിട്ട് അവിടെ നിൽക്കുക. ശാന്തമ്മ ദൈവം ചെന്ന കേട്ടിട്ടില്ലേ? ശാന്തമ്മ ദൈവം കോട്ടയത്ത്. പിന്നെ സ്ഥലത്തുണ്ട് ബാബു ദൈവം. പേരിടുമ്പോഴെങ്കിലും ഒരു സുഖം വേണ്ടേ ദൈവത്തിൻ്റെ പേര് ബാബു. ഒരു സുഖം, ബാബു എന്ന് വിളിച്ചിട്ടൊരു സുഖമില്ല. ഏതായാലും ദൈവം കളിക്കുക, എന്നാൽ പേരെങ്കിലും ഒന്ന് പിന്നെ വൃത്തിയായിട്ടുണ്ട്, കേൾക്കുമ്പോൾ ഒരു സുഖം വേണ്ടേ? അത് വേറെ കേസാ. അപ്പോൾ ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, ദൈവത്തിന്റെ മഹത്വം. 1600 കൊല്ലം മുമ്പ് ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും ആ ദൈവത്തെ പറ്റി തന്നെ പറഞ്ഞേക്കുന്നത്. ഇതിനിടയ്ക്ക് ദൈവം കളിക്കാൻ പാപ്പനും കയറി വന്നില്ല, അങ്കച്ചനും കയറി വന്നില്ല, അപ്പച്ചനും വന്നില്ല, അമ്മച്ചിയും വന്നില്ല, കൊച്ചായനും കൊച്ചപ്പനും ഒന്നും ദൈവം കളിച്ചാൽ ഒക്കുകയല്ല. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിൻ്റെതായ ശ്രേഷ്ഠതയില്ലേ? ഒന്ന്, ഒരാൾ ദൈവമാകണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒന്ന് സർവശക്തനായിരിക്കണം, സർവജ്ഞാനിയായിരിക്കണം, സർവവ്യാപിയായിരിക്കണം, സർവത്തെ സൃഷ്ടിച്ചവനായിരിക്കണം, സർവത്തിൻ്റെ മേലും അധികാരമുള്ളവനായിരിക്കണം. ഇത് ചൊല്ലുമ്പോൾ ഒരു ഇച്ചിരി ഡിലേ ഇടുന്നതായിരുന്നു നല്ലത്. മോനെന്നാട് എന്നെ ഒന്ന് സഹായിക്കണം. യാതൊരു കാലത്തെയാണ് അതിനായി നിർദ്ദേശിപ്പതിനായതിനറുതിയില്ലാതുള്ള യുഗം മുൻപും. അത് വേണം. മോനാണോ? വീതരൂപനായി വിമലാഭനായി നിന്ന മകാനീതി നീരതിക ഞാനാദരാൽ വന്നിക്കുന്നേ. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ ദൈവം. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ. സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. പെരിയവൻ എന്നുള്ളത് തമിഴല്ലേ? തമിഴ് പാട്ടാരാ പാടിയ? പാടിയങ്ങ് പോയി. സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ആഗമാകാരന്മാരിലാതവൻ മോദതും സർവാഗമപ്പൊരുളാഗമി പരാശക്തിക്ക് ഏലൊന്നോരെ പ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോകി ശ്രദ്ധായി യോലോകി അഡോണായി വിലോപമെന്നേ യഹോവയാകുന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടൂ. കൂടെ വിഗ്രഹരായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ ദൈവത്തെ പറ്റിയാണ്. മോശയ്ക്കുന്നാവനെ നീ പ്രവർത്തിക്ഷമമാക്കി ദൈവം. മോശയ്ക്കുന്നാവനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു.
ദാശരെ മുക്കുവന്മാര് ധീവരര്, ദാശർ, ദാസായല്ല ഷായ, ധീവരര് മുക്കുവരര്. ദാശരെ പ്രഭാഷണം പടുക്കളാക്കി തീർത്തു. മോശമായൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. അതാ ദൈവം. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ല, കരം കഴുത. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായ ഒരു ശിംശോൻ 1000 ബലിസ്തരെ കാശിന് നീ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തികൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. ആരോട് പറയാൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ കിരണങ്ങൾ കാർമേഘത്തിലോട്ട് നിപതിക്കുമ്പോൾ വർണ്ണശബളമായ 7 നിറത്തിലുള്ള മഴവില്ല തീർക്കുവാൻ കഴിവുള്ളവനാ ദൈവം. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തികൻ കിരണങ്ങളാൽ കാർമേഘങ്ങൾ ചിത്രവർണ്ണോജ്വലമാൻ ചാപം വില്ല് ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ, നമസ്തേ നജന ബാലന പാരായണ. മോശിക്കുന്നവനെ നീ പ്രവർത്തിക്ഷമമാക്കി. എല്ലാം ചൊല്ലിപ്പിടിച്ച് നന്നായിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പണ്ട് ചൊല്ലിയപ്പോൾ ഒരു തള്ള പറഞ്ഞു ബന്ധനങ്ങളാന്ന് പറഞ്ഞത് മുഴുവൻ. പിള്ളയ്ക്ക് ബോധമൊന്നുമില്ല. അതിന് ഞാനിന്ന് ബന്ധനമല്ല, വേദവികാരത്തിന്റെ ആദ്യ ഭാഗം ചൊല്ലിയെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ദൈവം, അനാദിയായും ശാശ്വതമായുള്ള ദൈവം. 90 സങ്കീർത്തനത്തിൽ മോശ തന്റെ സഹോദരൻ അഹരോന്റെ നിര്യാണ വേളയിൽ ഇസ്രായേൽ മക്കൾ ഭാരപ്പെട്ട് വിലപിച്ച് കരഞ്ഞപ്പോൾ പ്രത്യാശികളുടെ കൊടുമുടിയിലേക്ക് പിടിച്ചു കയർത്തുവാൻ പ്രാർത്ഥിച്ച് സേട്ടമേറിയ പ്രാർത്ഥനയാ 90 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യം പേടിച്ചാൽ ചിലർ പറയത്തില്ല, പേടിയില്ലാത്തൊരു വേണേ പറഞ്ഞു, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കീർണമായിരിക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാണ്. അതാ ദൈവം. ദൈവത്തെ പറ്റിയാ ഇവിടെ പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇടയ്ക്ക് എന്നമ്മയും മേരിയും തങ്കയും ബാബുവും ചാമളയും ശോഭനയും ചാന്തയും ഒന്നും കയറിയാ ദൈവമാകുകയല്ല. നാളെ കേട്ടു ദൈവത്തിന് കോവിഡായിരുന്നു. ദൈവത്തിന് കോവിഡ് വന്നാൽ പിന്നെ അതുകൊണ്ട് ദൈവം എപ്പോഴും എല്ലാവർക്കും ദർശനം കൊടുക്കുന്നില്ല. മാസ്കും ഒക്കെ വെച്ചാ ദൈവം, ഞാൻ കണ്ടതാ ദൈവം മാസ്ക് വെച്ചൊക്കെ ഇറങ്ങുന്നത്. എന്നാ ചെയ്യാൻ? പണ്ട് കേട്ടതാ ദൈവം ICUലോട്ട് കയറ്റിയെന്ന് ദൈവത്തെ. പിന്നെ പിറ്റേന്ന് വാർത്ത വന്നു ദൈവം വെന്റിലേറ്ററില്ല. പിന്നെ അടുത്ത ന്യൂസ് വന്നു ദൈവത്തിന് ശ്വാസം കിട്ടുന്നില്ല. ദൈവം വലിയ ശ്വാസം കൊടുക്കുന്നേ. അതാ ഞാൻ പറഞ്ഞു ഇവരാരും ദൈവമല്ല. ഒരു വാക്യം വായിച്ചേ, ഗലാത്യർ 4:8, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ. ദൈവത്തിന് മഹത്വം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ, എന്നാൽ അന്ന് നമ്മുടെ കാര്യമാ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവമല്ലാത്തവർക്ക്, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അതാ ഇവരാരും സ്വഭാവത്താൽ ദൈവമല്ല. ഏതാ ഞാൻ ഈ പറഞ്ഞ കക്ഷികളാരും സ്വഭാവത്താൽ ദൈവത്തിന് പനിയൊന്നുമില്ല, ദൈവത്തിന് യാതൊരു മുട്ടലില്ല, ദൈവത്തിന് വെന്റിലേറ്റർ കയറണ്ട, സ്തോത്രം, ദൈവത്തിന് കോവിഡൊന്നും വരികയില്ല. അപ്പൊ ഈ കാണിക്കുന്നതൊന്നും ദൈവമല്ല, ദൈവങ്ങളുമല്ല. ഏക ദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, അത് ജീവനുള്ള ദൈവം. ആ ദൈവത്തെയാ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തി. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും ആ ദൈവത്തെ പറ്റി തന്നെ പറഞ്ഞേക്കുന്നത്. തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ലെന്നാ. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും, ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. 100
സത്യ ദൈവമൊന്നേയുള്ളൂ, ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിന്റെ വിശേഷത ഏതാ? മാത്രമല്ല, 1-ാം വാക്യത്തിൽ വായിക്കുന്നത് ആദിയിൽ ദൈവം, ദൈവദാസനെ ഒന്നുകൂടെ വായിച്ച്, ആദിയിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ അടുത്തത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതാ. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും അത് തന്നെ പറഞ്ഞേക്കുന്നത്. ദൈവം സൃഷ്ടിച്ചത്, തിരുത്തേണ്ടി വന്നിട്ടില്ല. വെളിപ്പാട് 4:11 വായിച്ചു. വെളിപ്പാട് പുസ്തകം 4 അറിവുള്ള വാക്യമാ വായിച്ചു. 4:11. കർത്താവേ, നീ സർവം സൃഷ്ടിച്ചവനും. മതി, തെളിഞ്ഞല്ലോ. 31:1 പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1600 കൊല്ലം കഴിഞ്ഞും അത് തന്നെ പറഞ്ഞേക്കുന്നത്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും. തിരുത്തേണ്ട ഗതികേട് പുസ്തകത്തിന് വന്നിട്ടില്ലെന്നാ പറഞ്ഞത്. വെട്ടുകയും തിരുത്തുകയും കുത്തുകയും തൂത്തുകളയുകൊണ്ട് ഒന്നും വന്നിട്ടില്ല. അത്ര ശ്രേഷ്ഠമേറിയ പുസ്തകമായത്. അപ്പോൾ 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട മഹത്തായ പുസ്തകമാണ് സത്യവേദ പുസ്തകം. 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകങ്ങൾ, പുതിയ നിയമം 27 പുസ്തകങ്ങൾ. പഴയ നിയമം ഏതാണ്ട് 32 പേര് എഴുതി, പുതിയ നിയമം 8 പേര് എഴുതി. ആ 8 പേര് 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാർ 4 പേര്, 1 മത്തായി, 2 യോഹന്നാൻ, 3 പത്രോസ്, 4 പൗലോസ്, 4 അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. മർക്കോസും ലൂക്കോസും യൂദയും യാക്കോബും അവർ അപ്പോസ്തലന്മാരല്ല. എന്നിരുന്നാലും 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ സന്തത സഹചാരികളാണ്. മർക്കോസും ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും നിരന്തരം ശുശ്രൂഷയിൽ വ്യാപൃതരായി തീർന്നവരാ. അങ്ങനെയാണ് പുതിയ നിയമത്തിലെ 8 എഴുത്തുകാർ. അതെ, ഈ പുതിയ നിയമ പുസ്തകങ്ങളെ തരംതിരിച്ച് പഠിക്കുമ്പോൾ 1 ആദ്യം ചരിത്ര പുസ്തകം, 2 ലേഖന പരമ്പര, 3 വെളിപ്പാട് പുസ്തകം. ആദ്യത്തെ ചരിത്ര പുസ്തകം 5 പുസ്തകമാണ്. ആ 5 പുസ്തകത്തിൽ മത്തായി സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. ആ ചരിത്ര പുസ്തകത്തെ 2ആയിട്ട് പഠിക്കുമ്പോൾ ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രം. 5ാമത്തെ ചരിത്ര പുസ്തകം ആദിമ സഭയുടെ ചരിത്രമാണ്. അപ്പോൾ ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. എല്ലാ ഇടങ്ങളിലും ഞാൻ പറയും, നല്ല ചരിത്രം യേശുവിൻ്റെതാ. നമ്മുടെ ആരുടെയും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഒന്നും മിണ്ടാതിരുന്ന അത്രയും കുറച്ചുകൂടെ നമുക്ക് മാന്യത കിട്ടും. നമുക്ക് അവസരം കിട്ടും മൈക്കെടുത്ത് നമ്മുടെ ചരിത്രം എല്ലാം വിസ്തരിച്ചാൽ നമ്മളെ അറിയാവുന്നവർ നാട്ടിലും സമൂഹത്തിലും സദസ്സിലുമൊക്കെ ഉണ്ട്. പണ്ടൊരുത്തൻ, ഞങ്ങളുടെ കുടുംബം ഏതാ, ഞങ്ങളെ അറിയാമോ, ഞങ്ങളുടെ ഫാമിലി അരിസ്റ്റോക്രാറ്റ് ഫാമിലി എന്നൊക്കെ, ഇവനെ ഇച്ചിരി കാശുമൊക്കെ കിട്ടിയ എൻ്റെ ഇളക്കവാ. ഇതെല്ലാം ഇവൻ നല്ല ഗീർവാണം പഠിച്ചപ്പോൾ എൻ്റെ അടുത്തിരുന്ന് പുള്ളി പറഞ്ഞു, എൻ്റെ കുടുംബചരിത്ര അവൻ്റെ അമ്മയുടെ അനിയത്തി 3 പേരുടെ കൂടെ ഓടിപ്പോയതാണ്. ഇപ്പം നിൽക്കുന്നത് 4ാമത്തെ ഒരുത്തനുണ്ട്. ഇവൻ്റെ ചരിത്രം ഒന്നും എങ്ങനെയുണ്ട് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു. ചോദിച്ചാൽ എന്നെ ഒരു മനപ്രയാസം പോലെ. അയ്യോ, പിന്നെ എന്നോട് പറഞ്ഞതാ. അതെന്നെ അങ്ങനെ ഇപ്പം വലിയ ഗീർവാണം അടിച്ചത് കൊണ്ടാ പറഞ്ഞേ. മര്യാദയ്ക്ക് ഒന്ന് ചില കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കട്ടിക്ക് പറയുകയല്ലായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞതേ നമ്മുടെ ഒന്നും ചരിത്രം അധികം ഇറക്കാതിരിക്കുന്നതാ നല്ലത്. പക്ഷേ നല്ല ചരിത്രമായി യേശുവിൻ്റെ, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം. അവിടെ പോന്നു മോനെ, അവിടെ അത്യാവശ്യക്കാര്യത്തിന് വല്ല അന്നേ പോയിച്ച് വരണം അവിടെ ഇരുന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, ഏറ്റവും നല്ല ചരിത്രം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. അയ്യോ, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രമാണ്. കേട്ടാൽ മനോഗുണം ഉണ്ടാക്കുന്ന ചരിത്രമാണ്. കേട്ടാൽ ഇമ്പമേറിയ ചരിത്രമാണ്. അപാകതയില്ലാത്ത, ന്യൂനതയില്ലാത്ത, പാളിച്ചയില്ലാത്ത, ക്രമക്കേടില്ലാത്ത, യാതൊരു പോഷത്വമില്ലാത്ത നല്ല ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം.
എന്താ ഈ ചരിത്രത്തിന്റെ വിശേഷത? ഇത് കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ ചരിത്രമാണ്. ഇത് മുടന്തന്മാരെ നടത്തിയ ചരിത്രമാണ്. ഇത് ഊമർക്ക് സംസാരശേഷി കൊടുത്ത ചരിത്രമാണ്. ഇത് ചെകിടർക്ക് കേൾവി കൊടുത്ത ചരിത്രമാണ്. അവൻ നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ സൗഖ്യമാക്കിയ ചരിത്രമാണ്. രക്തസ്രവക്കാരത്തേക്ക് സൗഖ്യം കൊടുത്ത ചരിത്രമാണ്. കൂനിയായ സ്ത്രീയെ എഴുന്നേൽപ്പിച്ച ചരിത്രമാണ്. ദൈവത്തിന് മഹത്വം. മരിച്ചവന്റെ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ചെറുക്കൻ ചാടി എഴുന്നേറ്റ ചരിത്രമാണ്. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായവന്റെ നാറ്റം മാറ്റി ഉയർപ്പിച്ച ചരിത്രമാണ്. ഇന്ന് രാത്രി ഈ ചരിത്രം നിനക്ക് വിടുതൽ തരുന്ന ചരിത്രമാണ്. നിന്നെ സൗഖ്യമാക്കുന്ന ചരിത്രം, നിന്നെ വിടുവിക്കുന്ന ചരിത്രം, നിന്റെ രോഗപീഠകളെ അടിച്ചു മാറ്റുന്ന ചരിത്രം. ക്യാൻസർ ആണെങ്കിലും, ബ്രെയിൻ ട്യൂമർ ആണെങ്കിലും, കിഡ്നി പ്രോബ്ലം ആണെങ്കിലും, ഹാർട്ടിന്റെ അറ്റാക്ക് ആണെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ കഴിവുള്ള ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി നസറയന്റെ ചരിത്രം, യേശുവിന്റെ ചരിത്രം, വിടുതലിന്റെ ചരിത്രമാണ്. ദൈവത്തിന് മഹത്വം. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ സുഖമാക്കിയ യേശു ക്രിസ്തുവിന്റെ ചരിത്രം. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത്. ഭ്രഷ്ടരൊരയ്യായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ ശ്രീ നരപതിയെ സിയോൻ നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ വാളനെ. ശ്രീ നരപതിയെ സിയോൻ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ ചരിത്രം ശ്രേഷ്ഠമായ ചരിത്രം. ദൈവത്തിന് മകത്തെ കേട്ടിരുന്നാൽ വിടുതലായി ചരിത്രം. ആദ്യത്തെ 4 പുസ്തകവും യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. 5-ാമത്തെ പുസ്തകം നിങ്ങൾക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയാണ്. അത് ആദിമ സഭയുടെ ചരിത്രമാണ്. കത്തോലിക്കര് പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ്. അല്ല, യാക്കോബ ഓർത്തഡോക്സുകാർ പറയുന്നത് ഞങ്ങളുടേതാണ്. കാരണം അന്ത്യോക്യ വെച്ച് ആദ്യം ക്രിസ്ത്യാനിന്ന് പേരാത്. ഞങ്ങൾ അന്ത്യോക്യയുടെ ഞങ്ങളുടേതാണ്. അത് നിങ്ങളുടെ ചരിത്രമൊന്നുമല്ല. മാർത്തോമക്കാര് പറയുന്ന ഞങ്ങളുടെ ചരിത്രമാണ്. മാർത്തോമ 52 തോമാച്ചൻ വന്ന് കൊടുങ്ങല്ലൂരെങ്ങാണ്ട് വന്ന് 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി പോലും. കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം. അതിൽ പകലോമറ്റംകാർ ഒത്തിരി ഉണ്ട്. ഇവിടെയും കാണും. കള്ളിക്കാരെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ചോദിച്ചാൽ പേരത്ര നല്ലതല്ലായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കാം. ഉണ്ടോ ഇവിടെ വല്ലതും ഉണ്ടോ? പകലോമറ്റം കാണും. ആരാ കള്ളിയാന്നോ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നേ? ഇല്ലെന്ന്. അപ്പം കള്ളിക്കുടുംബത്തിൽപ്പെട്ട പലരെയും കാണാറില്ല. പക്ഷെ പകലോമറ്റംകാർ ധാരാളം ഉണ്ട്. പേപ്പറൊക്കെ വായിച്ചാൽ പകലോമറ്റം മഹാകുടുംബത്തിൽ പിന്നെ അങ്ങോട്ട് ഒത്തിരിയൊക്കെ പറയുന്ന കേൾക്കാം. അപ്പൊ അവര് മാർത്തോമക്കാര് പറയുന്നത് ശരിയായ സഭ മാർത്തോമ സഭയാണ്. മാർത്തോമ അല്ല, നിങ്ങളുടെ ചരിത്രമല്ല ഇത്. പിന്നെ CSI, CMS, ആംഗ്ലിക്കന്, ലത്തീന്, ലണ്ടന്, കനാനായക്കാര്, യാക്കോബ, ഓർത്തഡോക്സ്, ലത്തീൻ കത്തോലിക്കര്, LC, പിന്നെ മലങ്കര കത്തോലിക്കര്, ഇവരൊക്കെ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി 2 അല്ല. ബ്രദറുകാര് പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ്, സഹോദര സഭ ഞങ്ങളുടെ ചരിത്രമാണ്. അത് വാക്യങ്ങളെല്ലാം കൊണ്ടെടുത്ത് കീറി തെളിയിക്കും. ഞങ്ങളുടെ അല്ല, നിങ്ങളുടെ ചരിത്രമല്ല.
പെന്തിക്കോസുകാർ പറയുന്നത് പെന്തിക്കോസുകാരുടെ ചരിത്രമാണ്. കാരണം രണ്ടിന്റെ ഒന്നിലൊരു പദമുണ്ട്, പെന്തക്കോസ്ത്. അത് വെച്ച് നല്ല അനത്താനത്തുന്നേ. ഇത് പെന്തിക്കോസിന്റെ ചരിത്രമാണ് അപ്പോസ്തലപ്പെടുത്തി, പെന്തിക്കോസുകാരുടെ ചരിത്രവും അല്ല. പിന്നെ ഇത് ആരുടെ ഏത് സഭയുടെ ചരിത്രമാണ്? ഇതേ ഒറ്റ വാക്ക് പറയാ, രക്ഷിക്കപ്പെട്ടവരുടെ ചരിത്രമാണ്. രക്ഷിക്കപ്പെട്ട സഭയുടെ ചരിത്രമാണ്. ആരാ രക്ഷിക്കപ്പെട്ടത്? യേശു ക്രിസ്തുവിനെ അവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറഞ്ഞവരുടെ ചരിത്രം. അതാരുണ്ടോ അവരുടെ ചരിത്രമായി പറഞ്ഞേക്കുന്നു. ദൈവത്തിന് അല്ലാതെ ഓരോ അവക്കാരുടെയും ചരിത്രമല്ല. IPC-ക്കാർ പറഞ്ഞ IPC-യുടെ ചരിത്രം, അത് ചരിത്രമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്താ ചോദിച്ചാ? അസംബ്ലി സുബോർഡുകാർ പറയുന്നത് ഞങ്ങളുടെ അതും വേറെ കൂടുതൽ വിളമ്പാതിരിക്കുന്നതാ നല്ലത്. ചർച്ചോക്കാടുകാർ പറഞ്ഞ ചർച്ചോക്കൂടിന്റെ ചരിത്രവും. ഇന്നാളെ ഒരാൾ കടവെടുക്കാന്നേ എൻ്റെ നെഞ്ചത്ത് കയറരുത്. ഒരാൾ പറഞ്ഞ് മിക്ക സഭയും ഓഫാന്ന്. മിക്ക സഭ ഓണായിട്ട് ഒന്നേ ഉള്ളെന്ന്. ചർച്ച് ഓഫാന്ന്. അസംബ്ലീസ് ഓഫാ. പിന്നെ പുള്ളി പറയാ ഓണായിട്ടൊന്നുള്ളൂ, ഷാരോൺ അത് മാത്രമേ ഉള്ളു, അതേ ഉള്ളു ഇപ്പൊ ഓണായിട്ട് നിൽക്കുന്നെന്ന്. ഞാൻ പറഞ്ഞതല്ല, മറ്റേതല്ല. IPC ഒക്കെ ഓഫാണ് ഇപ്പോൾ. IPC-യും ചർച്ച് ഓഫ് ഗോഡ്, അതാ എല്ലാം ഓഫായിട്ട് കിടക്കുക. ഇപ്പൊ ഓണായിട്ട് നിൽക്കുന്നത് ഷാരോൺ, അത് ഓണാ. എന്റെ പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിൽ IPC-യുടെ ചരിത്രമോ അസംബ്ലീസ് കോഡിന്റെ ചരിത്രമോ ചർച്ചോ കോഡിന്റെ ചരിത്രമോ ഷാരോന്റെ ചരിത്രമോ ഒന്നുമല്ല. ഇക്കാണെന്ന ഒന്നിന്റെ ചരിത്രമല്ല, രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ ചരിത്രമാണ്. യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റു പറഞ്ഞ വിശുദ്ധന്മാരുടെ ആദിമ പ്രവൃത്തിയായി പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം, അതാണ് സഭയുടെ ചരിത്രം. ആട്ടെ, വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. തുടർന്ന് ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുമ്പോൾ ലേഖന പരമ്പരകളാ 21 ലേഖനം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളെയും തരംതിരിച്ച് പഠിക്കാറുണ്ട്. വിശേഷിച്ച് 14 ലേഖനം പൗലോസ് എഴുതിയ ലേഖനമാണ്. ഇഷ്ടമുള്ള ലേഖനമാണ് യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇതില് പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിപ്പിക്കുമ്പോൾ 4 നിലകളിൽ പഠിപ്പിക്കും. രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, സഭാശാസ്ത്രപരമായ ലേഖനം, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. അങ്ങനെ ഈ ലേഖനത്തെ തരംതിരിച്ച് പഠിക്കുന്നത്. പിന്നെ പൊതുലേഖനങ്ങൾ. ആട്ടെ, നമ്മൾ ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. ലേഖന പരമ്പരകൾ 21. ഒടുവിൽ വെളിപ്പാട് പുസ്തകം, മറനീക്കി വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണല്ലോ പുതിയ നിയമത്തില് 27 പുസ്തകം. അതില് 26ാമത്തെ പുസ്തകമാണ് യൂദയുടെ ഈ ലേഖനം. ദൈവത്തിന് മഹത്വം. വേദപുസ്തകത്തിലെ 65ാമത്തെ പുസ്തകവും വളരെ ഈടുറ്റൊരു ലേഖനമാണ് യൂദയുടെ ലേഖനം. എല്ലാ ലേഖനങ്ങളും വളരെ കരുത്തുറ്റ ലേഖനമാണ്, വിശേഷപ്പെട്ട ലേഖനമായി. എന്നിരുന്നാലും യൂദയുടെ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. കർത്തദാസൻ ലിയോ വായിച്ചത് വളരെ സന്തോഷം. നീ വായിച്ചു തരണം. സ്തോത്രം. യൂദയുടെ ലേഖനത്തിൽ നോക്കാതെ പറ, എത്ര വാക്യമുണ്ട്? ഉറക്കെ പറ. എടാ, അതൊരു അധ്യായമല്ലേ ഒന്ന്? എത്ര വാക്യം? 25 വാക്യങ്ങളുള്ള ലേഖനമാണ് യൂദയുടെ ലേഖനം. 25 വാക്യങ്ങളുള്ള ലേഖനം. ഇതുപോലെ വേറൊരു ലേഖനമുണ്ട് 25 വാക്യമുള്ളത്. ആർക്ക് വേണേലും പറയാം. അതാ ആരാ പറഞ്ഞേ? ചോദിച്ചാൽ നോക്കിയാ പറയുള്ളൂ. നിനക്ക് ചെറുതാട്ടോ. അയ്യോ അയ്യോ, എൻ്റെ നിങ്ങൾ ബന്ധുക്കാരാണല്ലോ അല്ലേ? പിന്നെ കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഫിലേമോന്റെ ലേഖനവും 25 വാക്യമാണ്.
അപ്പൊ ഈ യൂദായുടെ ലേഖനം വളരെ ഈടുറ്റ ലേഖനമായി. 25 വാക്യമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, 25 വാക്യമേ ഉള്ളെങ്കിലും സകല വിഷയങ്ങളും ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ യൂദായുടെ ലേഖനത്തിന് 1-2 വിശേഷത. 25 വാക്യമുള്ളൂ. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പദമുണ്ട്, സൂക്ഷിക്കുക. എന്താ? സൂക്ഷിക്കുക, സൂക്ഷിക്കുക, സൂക്ഷിക്കുക. നല്ല പദമാണ്. ദൈവദാസനെ 1-ാം വാക്യവും 6-ാം വാക്യവും 13-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യവും വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. അവിടെ സൂക്ഷിക്കുന്നു പദം. 6-ാം വാക്യം വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിക്കുന്നു. അവിടെ സൂക്ഷിക്കുന്നു. 13-ാം വാക്യം വായിച്ചേ. 13. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. 21-ാം വാക്യം വായിച്ചേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ടും ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. 24-ാം വാക്യം വായിച്ചേ. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അപ്പൊ ഈ 5 ഭാഗത്തും സൂക്ഷിക്കുക എന്നുള്ള പദമാണ്. 1-ാം വാക്യവും 6-ാം വാക്യവും 13-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യവും. അപ്പൊ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദമാ സൂക്ഷിക്കുക. അല്ല, നമ്മളോടും ഇന്ന് രാത്രി സൂക്ഷിക്കണം, 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 സൂക്ഷിക്കണം. ജീവിതത്തെ സൂക്ഷിച്ചോണം, കുടുംബത്തെ സൂക്ഷിച്ചോണം, സഭയെ സൂക്ഷിക്കണം, ആട്ടിൻകൂട്ടങ്ങളെ സൂക്ഷിക്കണം, ആത്മീക ജീവിതം സൂക്ഷിക്കണം, എല്ലാം സൂക്ഷിച്ചോണം. പൗലോസ് വേറൊരു ഭാഗത്ത് പറഞ്ഞ, ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്, സൂക്ഷിച്ചോണം. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാ. പ്രധാന ഒരു പദമാ സൂക്ഷിക്കണം. ഓർപ്പിച്ചല്ലോ. 25 വാക്യമേ ഉള്ളൂ എങ്കിലും ഞാൻ ഓർപ്പിച്ചു, സകല കാര്യങ്ങളും ഈ ലേഖനത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദാ കൊടുത്തിട്ടുണ്ട്. ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ. 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങല കെട്ട അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചപ്പോൾ ദൂതലോകത്തെ വിഷയത്തിലാ യൂദാ തുടങ്ങിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കാണുന്ന ജരാചരങ്ങളും സൃഷ്ടിവൃത്തങ്ങൾക്കൊക്കെ മുമ്പ്, മനുഷ്യ സൃഷ്ടിക്ക് മുൻപ് ദൂതലോകത്തെ വിഷയം മുതൽ ആ യൂദാ എഴുതിയിരിക്കുന്നത്. ഈടുറ്റ ലേഖനമാണ്. എഴുതി അന്ത്യകാല വിഷയം വരെ കൊണ്ട് കൊടുത്തു. 19-ാം വാക്യം വായിച്ചേ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ. 18 വായിച്ചോ. 18-ഉം 19-ഉം. അന്ത്യകാലത്ത് അപ്പൊ അന്ത്യകാലം ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുക. അത് വളരെ ആഴമേറിയ ലേഖനമാണ്. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. 40 എഴുത്തുകാരാണ് ഈ വേദപുസ്തകം എഴുതി തീർത്തത്. എൻ്റെ ഭാഷയാണ്. അതിൽ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത ചില വിഷയം യൂദായ്ക്ക് വെളിപ്പെട്ടു. 39 എഴുത്തുകാർക്കും വെളിപ്പെടാൻ ചില വിഷയം. അതിൽ പ്രധാനമായിട്ട് 2 വിഷയം. 9-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ വത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. എന്ന് പറഞ്ഞാൽ മോശയുടെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ സാത്താൻ തർക്കോമാരോ നടത്തിയപ്പോൾ പ്രധാന ദൂതനാകുന്ന മീഖായേൽ വന്ന വിഷയത്തിന് പരിഹാരം വരുത്തിയ വിഷയം യൂദയ്ക്കാ വെളിപ്പെട്ടത്. വേറെ 65 പുസ്തകത്തിലും ആർക്കും വെളിപ്പെട്ടില്ല. അത് യൂദായ്ക്കായി വിഷയം വെളിപ്പെട്ടത്. വളരെ ഈടുറ്റ ലേഖനമാണ്. മാത്രമല്ല, നമ്മുടെ കുർവാക്യത്തിനകത്തും ഹാനോക്ക് പ്രവചിച്ചെന്ന 65 എഴുത്തുകാരും എഴുതിയിട്ടില്ല ഹാനോക്കിന്റെ പ്രവചനം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നെഴുതി. പക്ഷെ പ്രവചിച്ചെന്നൊന്നും
എഴുതിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നെന്നുണ്ട്, പക്ഷേ പ്രവചിച്ചെന്നൊന്നുമില്ല. പക്ഷേ ഹാനോക്കിന്റെ പ്രവചന ശുശ്രൂഷ എന്തുവാണെന്നും എങ്ങനത്തെ പ്രവചനമാണെന്ന് യൂദായ്ക്ക് വെളിപ്പെട്ടത്. അല്ല, ഈ യൂദ എന്ന് ഞാൻ പറയുമ്പോൾ ചിലർക്കൊരു സംശയം, ഇല്ല തൂങ്ങിച്ചത്തവനാന്ന് തോന്നുന്നു. ചിലർ ഇങ്ങനെ പുള്ളിയാണ് ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തൂങ്ങിച്ചത്ത യൂദ അല്ല തള്ളേ. അവൻ തൂങ്ങിച്ചത്ത കൂടുതലും എല്ലാം കൂടെ തുറിച്ച് ഒരു തലകീട് വീണത് പോലും ചൊവ്വനല്ല. അയ്യോ, അവൻ്റെ ഗതികേട് വായിച്ചോ. 1-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വായിക്കും. അപ്പോസ്തല പ്രവൃത്തി യൂദായുടെ ലേഖനത്തിലില്ല. 1:17 മുതൽ വായിക്കും. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി. അവൻ ഞങ്ങളുടെ എണ്ണത്തിലുള്ള പത്രോസ് എഴുന്നേറ്റ് പറയാ, ഞങ്ങളുടെ എണ്ണത്തിൽ 12 എണ്ണത്തിൽ ഒന്നായിരുന്നു അവന്. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവന് എല്ലാത്തിനും ഒക്കെ കൂടിയവനാ. പിന്നെ അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. അവനത് ഉതകയില്ലെന്നുള്ളതാ. ഈ അനീതിയുടെ കൂലി കൊണ്ട് മേടിച്ചാൽ ഉതകത്തില്ല കേട്ടോ. ചേട്ടനെ അനിയൻ കളിപ്പിച്ച് നീ ഏലത്തോട്ടം കൈക്കലാക്കിയാ നിനക്ക് അതിൻ്റെ ഒരു ഏലക്കാ കൊണ്ടൊരു ഗുണം വരികയില്ല. അവസാനം നീ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കിടക്കും. ആണുങ്ങളത് കൊണ്ടുപോവുകയും ചെയ്യും. തങ്കച്ചാ നീ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. ചേട്ടനോ അനിയനോ പെങ്ങൾക്കോ അനിയത്തിക്കോ കൊടുക്കാനുള്ളതൊക്കെ കൃത്യത്തിന് കൊടുക്കണം. കൊടുക്കാതെ അപ്പൻ ചാകാറായപ്പോൾ ഇങ്ങനെ ചരിഞ്ഞു കിടന്നപ്പോൾ കുറുക്ക് കൊടുത്ത കൂട്ടത്ത് തള്ളവരിൽ പിടിച്ചൊരു അമുക്കമക്കി ആമനെ ഒപ്പിടിച്ച് കൊണ്ടുപോയി നീ വെണ്ടറ കുഞ്ഞുഞ്ഞിനെയും കൂട്ടി പിടിച്ച് ആമൻ ഇവിടെ ഉണ്ടോ വെണ്ടറ കുഞ്ഞുഞ്ഞ്? എനിക്ക് ധൈര്യത്തിന് എന്നാ ഓർമ്മ, ദൈവത്തിന് മഹത്വം. നീ കള്ളയാധാരം ഉണ്ടാക്കി പോക്കുവരുത്തും എല്ലാം ചെയ്ത് കരവടച്ച് രസീതും എല്ലാം കൊണ്ട് ട്രങ്കിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവം നിന്നെ പിടിക്കും. അനീതിയുടെ കൂലി കൊണ്ട് നീ സമ്പാദിച്ചാൽ ബേബി നിനക്കത് ഉതകുകയല്ല. ഒന്നുകൂടെ വായിച്ചു, ഇവനെല്ലാം കേൾക്കട്ടെ, വായിക്ക്. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണു നടുവേ പിളർന്ന് അവന്റെ ഗതികേട്, അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. ദൈവമേ അവന്റെ ഗതികേട്. ഒരു കാര്യം എന്നെ കേൾക്കുന്നുണ്ട് പറയാം, നീ വലിയ കാശുകാരനും സ്വത്തുകാരനും വലിയ ആളൊന്നും അല്ലെങ്കിൽ നിന്റെ കൈവെടിപ്പാണോ നിനക്ക് നന്മ വരും. നാട്ടുകാർ ചിലപ്പോ പറയും കഴിവില്ല, ഒന്നും ഉണ്ടാക്കിയില്ല, ഒരു മിടുക്കും. അങ്ങനെയൊക്കെ ഇരിക്കട്ടെ, മിടുക്കൽപ്പം കുറഞ്ഞാലും കൈവെടിപ്പായിരിക്കണം. സ്തോത്രം. കൈ മലർത്തുമ്പോൾ ഇതിനകത്ത് അകൃത്യം ഒന്നും ചില സുവിശേഷ വേലക്കാരെ പറ്റി പറയുമല്ലോ, 30 കൊല്ലം വേല ചെയ്തിട്ടും വലിയ മെച്ചം ഒന്നും. അങ്ങനെ ഇരിക്കട്ടെ, ഒരു വീട് പോലും വെച്ചില്ല, ഒരു സൈക്കിൾ പോലും മതി. മറ്റവൻ ഈ അടുത്ത കാലത്തിറങ്ങി 5 കൊല്ലം കണ്ടവൻ 5 ഏക്കർ വസ്തു എടുത്തിച്ചു, 5 വണ്ടി മേടിച്ചു, 5 നില കെട്ടിടും വെച്ചു. ഇപ്പം മൂന്നാറിലുണ്ട്. അവിടെ ചെല്ലുന്നിടത്തെല്ലാം പണ്ട് കുഞ്ഞന്നമ്പിയാര് പറഞ്ഞ പോലെ നോക്കുന്നിടത്തെല്ലാം ഉണ്ട് കായ്കൾ മൂത്തും പഴുത്തും കടലീ കദംബം. നോക്കുന്നിടത്തെല്ലാം 5 കൊല്ലം കൊണ്ട് ഒപ്പിച്ചതാ. 50 കൊല്ലമായ ആമേൻ കർത്തൃദാസന് ചിലപ്പോൾ നല്ല വീടും കാണുകയില്ല, ആമേൻ വണ്ടിയില്ല, വസ്തുവില്ല. പക്ഷെ നിന്റെ കൈവെടിപ്പാണെങ്കിൽ നീയാ ഭാഗ്യവാൻ. അനീതികളതൊന്നും നിന്റെ കൂടാരത്തിൽ വന്ന് കയറരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത ആമേനെ ഒന്നും നമ്മുടെ കൂടാരത്തിൽ കാണരുത്. ആമേൻ കൂടാരം വന്ന് പരിശോധിക്കുമ്പോൾ ആമേനകത്ത് വേറൊന്നും ഇല്ല. തള്ളേടൊക്കെ വന്ന് എല്ലാവരുടെ അടുക്കലും പരിശോധന കഴിഞ്ഞാച്ചാ അമ്മാമ്മയുടെ അടുക്ക നേരമ്മാമ്മയാ അതാ റേച്ചൽ ജേക്കബ്, ബദേൽ കോട്ടേജ്, പേരൊക്കെ നല്ലതാ. വീട്ടുപേര് ബദേൽ കോട്ടേജ്, റേച്ചൽ ജേക്കബ്. അപ്പച്ചമ്മന്ന് ചോദിച്ചു, മോളെ നിങ്ങൾ പോന്ന് എന്നോട് പറയാതെ പോന്ന്, അത് പിന്നെ പോട്ടെ, നിങ്ങൾ പോന്ന പിന്നെ എടി ബിംബം കാണുന്നില്ലെന്ന് പറഞ്ഞു. ബിംബം തപ്പി എൻ്റെ ഊപ്പാട് അങ്ങനെ അവൾ പറഞ്ഞു. അപ്പച്ച ഞാൻ ഫാസ്റ്റ് ടിമ്പറല്ല, എഴുന്നേക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. 21 പറഞ്ഞു. ഈ പായിട്ട് കഴിഞ്ഞാൽ പിന്നെ ആശീർവാദം കഴിയാതെ പായിന്ന് അപ്പച്ചനോട് നാട്ടിൽ നീ ഇപ്പോഴേലും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നല്ലോ,
കല്യാണത്തിന് മുന്നേ നീ ഇങ്ങനെ തിത്തരികട വെച്ച് കിടക്കുകയായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിൽ നിനക്ക് ഉപവസിക്കണമെന്ന് അത് വലിയ കാര്യം, എന്നാൽ ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പനങ്ങ് പോയി, ഇവള് വിട്ടുകൊടുത്തില്ല എന്നല്ലോ. കൂടാരത്തിൽ തപ്പാൻ വന്നപ്പം കൂടാരത്തിൽ നിന്നും കണ്ടില്ല. അവളെ തൊട്ടക്കൊക്കോപ്പിനകത്തിട്ട് അതിൻ്റെ മേളിൽ കയറിയിരുന്ന് തീ കത്തിക്കായനിൽ പാട്ടുമൊക്കെ പാടി കാറിൻ്റെ വൈപ്പർ അടിക്കും പോലെ ആരാണ് സമയത്ത് ഇങ്ങനെ ജീസസ് ഓട്ടോക്കോപ്പിനകത്ത് ഇത് കിടക്കുക. ദൈവത്തിൻ്റെ മഹത്വം. അപ്പനെ കളിപ്പിക്കാം, ഭർത്താവിനെ കളിപ്പിക്കാം, പിള്ളേരെയും കളിപ്പിക്കാം, നാട്ടുകാരെയും കളിപ്പിക്കാം. മുകളിലൊരുത്തനുണ്ട് അക്കതയാലയ്ക്ക് കണ്ണുള്ളവൻ, ഒന്നും മറവല്ല. ഇങ്ങനെ പറഞ്ഞ ഞാൻ അങ്ങനെ അങ്ങ് പോകുകൊണ്ട് ആ ഭാഗം വിട്ടേക്കാം. അനീതിയുടെ കൂലി കൊതിച്ചെന്ന ഒന്നോട് വായിച്ചോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനാ, പക്ഷെ അവൻ അനീതിയുടെ അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ചു. അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. അങ്ങനെയുള്ള വിദ്വാന്മാർ ഒത്തിരി ഉണ്ട്. ചിട്ടി നടത്തിയും ഏജൻസി നടത്തി നാട്ടുകാരുടെ കാശും എല്ലാം കൂടെ മേടിച്ചേ ഇപ്പം നിയമങ്ങളുണ്ട്. ഒടുവിൽ പാപ്പരായി. അങ്ങനെ കണ്ടില്ലേ? പാപ്പര് വിടുവോ? പിന്നെ ചിലരെ പറ്റി ഒരു സുപ്രമാണത്തെ കേൾക്കുന്ന പുള്ളി ഇതെല്ലാം തട്ടിപ്പ് കാണിച്ചു വെച്ച് പിന്നെ ഡോക്ടർ റവറൻ നമ്മൾ പുള്ളി തന്നെ കൈവെടിപ്പായിരിക്കണം കേട്ടോ. വായിച്ചോ. അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ച് ഒരു നിലം മേടിച്ചു. തലകിഴായി വീണത് പോലും ചൊവ്വനല്ല, നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അതും ഗ്രഹപ്പഴയായി. അപ്പൊ ഈ യൂദായല്ല ഈ ലേഖനം എഴുതിയത്. അവൻ വളർന്ന് അവൻ പോകേണ്ട സ്ഥലത്തോട്ടങ്ങ് പോയി. പക്ഷെ ഈ യൂദ യേശുക്രിസ്തുവിന്റെ സഹോദരൻ ആണ്. എന്നാലും ശരിക്ക് പറഞ്ഞ അർത്ഥ സഹോദരനാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന ജനനം രണ്ട് വിധത്തില്ല. ക്രിസ്തുവിന്റെ ജനനവും യൂദയുടെ ജനനവും രണ്ട് വിധത്തില്ല. അമ്മയൊന്ന രണ്ടുപേരെയും പ്രസവിച്ചത് ആമൻ മാന്യ മഹതിയായ ആമൻ മറിയമാണ്. പക്ഷെ പിതാവ് അല്ലെങ്കിൽ ജനനം രണ്ട് വിധത്തില. യേശുക്രിസ്തുവിന്റെ ജനനം അത് ജനിപ്പിച്ചതല്ലല്ലോ. മത്തായി 1:1 വായിച്ചു. ഇതൊക്കെ നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ ബൈബിൾ പോലും കൊണ്ടുവരാഞ്ഞത്. നിങ്ങൾ ഇത് വായിക്കും. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി ഓടിച്ചു വായിര്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമരിൽ പാരസിനെയും സേനകനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ആരാമിനെ ജനിപ്പിച്ചു. അമീനാദാമിനെ ജനിപ്പിച്ചു. നഗശോനെ ജനിപ്പിച്ചു. നഗശോൻ ചൽമോനെ ജനിപ്പിച്ചു. ചൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ജനിപ്പിച്ചു. എന്നാൽ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി ജനിപ്പിച്ചതല്ല. 16-ാം വാക്യമായത് 16. യാക്കോബ് മറിയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. മറ്റതെല്ലാം ജനിപ്പിച്ചു. ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയോട് പറയുക, ഇതാരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാണ്. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏറെ പാടിയാല് സമയം ഒത്തിരി പോകും. അതുകൊണ്ട് സമയത്ത് തന്നെ നിർത്തണമല്ലോ. തന്നെയല്ല, എല്ലാ പാട്ടും ഇവർക്ക് വലിയ തിട്ടം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിരന്തരം കൂടെ വരിക എന്നെങ്കിൽ തന്നെ കണക്കിന് അവർക്കും അറിയാം. ഇത് നിങ്ങൾ ഒപ്പിച്ച് വരുമ്പോൾ ഇന്ന് യോഗവും തീരും. അവരുടെ കുഴപ്പമല്ല. അവരുടെ 2 ആഴ്ച നമ്മൾ കഴിക്കണമെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മകത്ത് പോവാന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, മറ്റുള്ളതെല്ലാം ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ പറയുക, യേശു ജനിച്ചു.
അപ്പൊ ഈ യൂദയുടെ ജനനവും ക്രിസ്തുവിന്റെ ജനനവും രണ്ട് വിധത്തില്ല. അമ്മയൊന്നാ, പക്ഷേ ജനനം രണ്ട് വിധത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായി. അതുകൊണ്ട് വചനം പഠിക്കുന്ന, വചനം വിശ്വസിക്കുന്ന, വചനത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ആമേ പ്രിയപ്പെട്ടവരാരും മറിയം അതുകൊണ്ട് നിത്യകന്യകയല്ല, നല്ല അമ്മയാണ്. നിത്യകന്യകയല്ല. അതാണ് നമ്മൾ അമ്മയോട് എതിർപ്പുണ്ടായിട്ടോ ഉടക്കുണ്ടായിട്ടില്ല. ചെല്ലു പറയാ ബന്ധുക്കോസുകാർക്ക് അമ്മയെ ഇഷ്ടമല്ലെന്ന്. അയ്യോ, ഇതിനോട് ആര് പറഞ്ഞു? ഇതുപോലെ നല്ലൊരു അമ്മ ഏതാ? മറിയം. അന്തസ്സുള്ള, ആഭിജാത്യമുള്ള, ആമൻ വിവരമുള്ള, വിവേകമുള്ള, തന്മയത്വമുള്ള എന്ത് നല്ലൊരു അമ്മയാ മറിയം. നല്ല സ്വഭാവ വൈശിഷ്ട്യവും. ഇവിടെ എലീശബത്തിനെ കാണാൻ ചെന്നപ്പോൾ മന്ദനം കേട്ടപ്പോൾ കൊച്ചു ഗർഭത്തിനകത്ത് കിടന്ന് അത്ര നല്ല തള്ളയാ. നിങ്ങൾ ചെന്നാൽ കൊച്ചി അത്ത് പോവുകയുള്ളൂ. യോ മേരി ഇങ്ങോട്ട് വന്നത് ആ വയറ്റിൽ കിടന്ന കൊച്ചു വരെ. നാളെ ഒരാളെ പറഞ്ഞു, യോ ഇവിടെ നാക്ക് വയറ്റിൽ കിടക്കുന്ന പുടിയാകുന്ന വർത്താനം അവള്. പിന്നെ കൊച്ചിൻ്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് അങ്ങനെയുള്ളിടത്തൊന്നും എഴുന്നള്ളാതിരിക്കുന്നതാ നല്ലത്. ആ അമ്മ പോയത് കണ്ടോ? യോ മലനാട്ടിൽ കൂടെ കയറി ഇറങ്ങി അവിടെ ചെന്ന് എലീശബത്തിനെ കണ്ട് രണ്ടുപേരും കൂടെ വന്ദനം ചെയ്തപ്പോൾ ആ ഗർഭത്തിൽ കിടന്ന പിള്ള അത്രയ്ക്ക് നല്ല അമ്മയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ അവരുടെ ഉള്ള അഭിഷേകം കൂടെ പോകാതിരിക്കുന്ന നല്ലത്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇതുപോലെ നല്ലൊരു അമ്മ വേറെ ഇല്ല. യേശുവിന്റെ അമ്മ മറിയം നല്ല അമ്മയാണ്, വിവരമുള്ള അമ്മയാണ്. ഇവിടെ ഈ കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മയോട് എന്ന് പറഞ്ഞ അമ്മ കഴിഞ്ഞു. കാരണം പുള്ളിക്കാരുടെ അനിയത്തി ശലോമയുടെ മകൻ യോഹന്നാന്റെ കല്യാണമാണ്. ഏറ്റവും ഇളയ അനിയത്തി ആ ശലോമയെന്നാണ്. അപ്പം മറിയത്തിൻ്റെ ആ ശലോമയുടെ മകൻ ആ യോഹന്നാന്റെ കല്യാണമാണ്. അപ്പം ചേട്ടത്തി അനിയത്തിയും കൂടെ അല്ലയോ. അതുകൊണ്ട് ചേട്ടത്തി കയറി ഏറ്റേച്ച് ശുശ്രൂഷക്കാർ വന്ന് പറഞ്ഞു, അമ്മേ വീഞ്ഞെല്ലാം തീർന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് മോനോടൊന്ന് പറയാം, അമ്മ പയ്യെ എന്നാന്ന് ഇടയ്ക്ക് നിൽക്കാന്ന് ഓർത്തി എന്നതാണ്. മോനോട് എന്ന് പറഞ്ഞു വീഞ്ഞു തീർന്നെന്ന്. പിന്നെ മോൻ പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ ബന്ധമില്ലെന്നല്ല, നീ എൻ്റെ അമ്മയാ, ഞാൻ നിന്റെ മകനുമാണ്. എന്തെന്ന് ചോദിക്കാൻ കാര്യം, നമ്മൾ തമ്മിൽ അമ്മയും മകനുമാ. പക്ഷെ ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ എന്തിനാ കൈയടത്തുന്നേ? ഞാൻ എന്നെ അയച്ച പിതാവിന്റെ അടുക്കൽ നിന്നാ വരുന്നത്. ദൈവത്തിന്റെ മഹത്വം. എന്റെ പിതാവ് എന്നെ അയച്ചതാ. ഞാൻ പിതാവിന്റെ ഹിതമായി ഇവിടെ ശുശ്രൂഷിക്കുന്നത്. നിനക്കെന്താ? അതാ ഞാൻ പറഞ്ഞ അമ്മ നല്ല അറിവുള്ള, വിവരമുള്ള അമ്മയാണ്. വിവരമുള്ള അമ്മയാണ് അമ്മ. പയ്യെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ന്യൂട്രൽ ഇങ്ങോട്ട് വന്ന് ശുശ്രൂഷക്കാരുടെ പറഞ്ഞു, ഗൗരീച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല. സക്സസ് ആകില്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ചോദിച്ചാൽ തെറ്റിയോ? ഇല്ല, ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, ശരിയാകില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ചീറ്റിപ്പോവും. അമ്മ വന്നേ ഗീവറീച്ചനോട് വന്നു പറഞ്ഞു, ഗീവറീച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല. ഗീവറീച്ചനും ഇടയ്ക്ക് കയറി നമ്മൾ രണ്ടുപേരും ഇടയ്ക്ക്, ഞാൻ ഇങ്ങനെ നിൽക്കുന്നില്ല, ഗീവറീച്ചൻ ഇങ്ങനെ നിൽക്കണ്ട. അപ്പം അതുകൊണ്ട് ഇത് ശരിയാകുകയല്ല. ഇത് പറഞ്ഞതാ, അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്താൽ മതി. അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചാൽ. ഇതാ പറഞ്ഞ നല്ല വിവരമുള്ള അമ്മയാണ്. നിങ്ങളായിരുന്നു എവിടെ കിടന്ന് കരഞ്ഞ, ഞാൻ നിന്നെ 10 മാസം നൊന്നതാ, പ്രസവിച്ചതാടാ ഞാൻ പറഞ്ഞു, എന്നെ ഇവരുടെ മുന്നിൽ നാണം കെടുത്തരുതടാ. തള്ള അവിടെ കിടന്ന് കരഞ്ഞ് നാശം ഉണ്ടാക്കുക. പക്ഷെ മറിയം എന്ന് നല്ല അന്തസ്സുള്ള അമ്മയാണ്, വിവരമുള്ള, പരിജ്ഞാനമുള്ള അമ്മ. ഇതുപോലൊരു അമ്മയെ വേറെ കിട്ടാനുണ്ടോ? അതാ പറയാ നല്ല അമ്മയാ മറിയം. അറിവും വിവരവും ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് മറിയം നിത്യകന്യകയല്ല. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പ്രസവിച്ച അനന്തരം അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായി. ഒരു വാക്യം വായിച്ചു, മർക്കോസ് 6:3. പെട്ടെന്ന് മർക്കോസ് 6:3 വേഗത്തിൽ വായിച്ചു. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? കൊച്ചാക്കാൻ പറഞ്ഞതാന്നേലും കാര്യങ്ങൾ പറഞ്ഞു. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? കൊച്ചാക്കാൻ പറഞ്ഞതാ. പക്ഷെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശുവിന്റെ സഹോദരങ്ങളാതല്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അർത്ഥ സഹോദരൻ യൂദ.
ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത, ഈ യൂദായുടെ വിനയവും മനോഗുണവും വളരെ ശ്രേഷ്ഠമാണ്. യൂദായുടെ 1-ാം വാക്യം വായിച്ചേ ദൈവദാസനെ. 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പൊ ശ്രദ്ധിച്ചേ, യാക്കോബിന്റെ സഹോദരനായ യൂദ. അതന്നെ അങ്ങനെ കൊടുത്തേക്കുന്നത്, യാക്കോബിന്റെ സഹോദരൻ യൂദ. ഈ വേറെ പുസ്തകം എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നത്. യാക്കോബിന്റെ സഹോദരനാകുന്ന യൂദ എന്ന് എഴുതാൻ കാരണം, അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ ഇങ്ങനൊരു പദമുണ്ട്, യാക്കോബിന്റെ മകനായ യൂദ എന്നൊരു പദമുണ്ട്. അത് വേറെ യൂദായ. അപ്പൊ തമ്മിൽ തെറ്റരുത്. അതിനാ ഇവിടെ എടുത്ത് പറഞ്ഞത് യാക്കോബിന്റെ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചേ. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ഇടതുവശത്ത്. അക്കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരുന്നു. ഇനി അതിന്റെ 12-ാം വാക്യം മുതൽ വായിച്ചേ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തോലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. അത് വേറൊരു യൂദായ, യാക്കോബിന്റെ മകനായ യൂദ. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ ക്ലിയർ ആക്കി യാക്കോബിന്റെ സഹോദരൻ യൂദ. 2 ക്ലിയർ ആക്കി പോയി. യാക്കോബിന്റെ മകനായ യൂദ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 1-ലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ക്ലിയർ ആക്കി യാക്കോബിന്റെ സഹോദരനായ യൂദ, യേശുവിന്റെ അർത്ഥ സഹോദരൻ. തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അത് ഇനിയുണ്ട്. 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യൂദ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ തന്നെ പരിചയപ്പെടുത്തിയ കണ്ടോ, യേശുക്രിസ്തുവിന്റെ ദാസൻ. യഥാർത്ഥത്തിൽ ഈ യൂദ ആരാ? യേശുക്രിസ്തുവിന്റെ സഹോദരനാ. ഞാനോ നിങ്ങളോ വല്ലോ ആയിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും പരിചയപ്പെടുത്തുന്നേ? സത്യം പറ. യേശുക്രിസ്തുവിന്റെ സഹോദരനായ അങ്ങനെ എഴുതുകൊള്ളു. എന്ന് ചോദിച്ചാൽ ഞാനാ ഈ യൂദായുടെ സ്ഥാനത്തിൽ ഞാൻ എഴുതുന്നത് എങ്ങനെയാ? യേശുവിന്റെ സഹോദരനൊന്നല്ല ഞാൻ എഴുതുന്നത്. ഞാനാണെന്ന് ഇങ്ങനെ എഴുതും, ദൈവത്തിന്റെ അനുജനായ യേശു ദൈവമല്ലേ, പിന്നെ കനം വേണ്ടേ? പിന്നെ ദൈവത്തിന്റെ സ്വന്തമാണ്. ഞാൻ തന്നെയല്ല, നിങ്ങളെല്ലാം അങ്ങനെ എഴുതുകയുള്ളൂ. പിന്നെ ഇപ്പം ഇങ്ങനെ എല്ലാവരും പമ്മിയിരുന്നു ക്ലോറിൽ നിന്നൊക്കെ വെക്കുന്ന എല്ലാത്തിനും എനിക്കറിയാം. സകല എണ്ണോ അവസരം കിട്ടുമ്പോൾ പിന്നെ. പക്ഷെ യൂദായുടെ ആ മനോഗുണം, താഴ്മ, വിനയം യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ളത് സെർവന്റ് എന്നുള്ള ആശയമല്ല, അടിമയാ. സെർവന്റും അടിമയും 2 രണ്ടാ. സെർവന്റിന് ശമ്പളമുണ്ട്, അടിമയ്ക്ക് ശമ്പളമില്ല. സെർവന്റിന് ഡ്യൂട്ടിക്ക് ടൈമുണ്ട്, രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ. അടിമയ്ക്ക് ടൈമില്ല, സദാസമയവും. സെർവന്റിനോട് പറയുന്ന ജോലി ചെയ്താൽ മതി. കാറ് കഴുക, അതിങ്ങോട്ട് എടുത്തോണ്ട് വാ. അടിമ അങ്ങനല്ല, എല്ലാം ചെയ്യണം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല പ്രിയരെ. നമ്മളെല്ലാം യേശുവിൻ്റെ അടിമയാണ്. എനിക്ക് പാടാൻ അറിയാമല്ല, നിങ്ങൾക്ക് ആ പാട്ടറിയാമെങ്കിൽ പാട്. എന്നെന്നും ഞാൻ നിന്നടിമ.
അപ്പൊ നിങ്ങൾ എന്തിക്കാ പിന്നെ തനിക്കറിയാൻ മേലാത്ത പാട്ടാ ഞങ്ങൾക്കറിയാവുന്ന. എന്നാ പാടണ്ട. ഞാൻ നിങ്ങളുമെല്ലാം യേശു ക്രിസ്തുവിന്റെ അടിമയാണ്. ഒരാശയം പറയാം, അടിമയോട് യജമാനല്ലേ കൂടെ കൂടെ പറയണ്ട. അടിമ ഇങ്ങനെ യജമാനന്റെ കണ്ണും മോഹവും അത് അങ്ങ് വിക്ഷേപം നോക്കി നിൽക്കുക. യജമാനൻ അനങ്ങുമ്പോൾ അറിയാം എന്തിനാന്ന്, യജമാനൻ നോക്കുമ്പോൾ അറിയാം എന്തിനാന്ന്, യജമാനന്റെ കണ്ണ് പോകുമ്പോൾ അറിയാം അടിമയ്ക്ക് എന്തുവാ. ഞാൻ നിങ്ങൾ യേശുവിന്റെ അടിമയാ. അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ ഹിതം, അവിടുത്തെ സ്വോത്ര ആലോചന അത് നിറവേറ്റി കൊടുക്കണം. കൂടെ കൂടെ പറയുമൊന്നും വേണ്ട. നമുക്ക് ഈ മാസം നമ്മുടെ ഗോസ്പൽ ടീമിന്റെ വർക്ക് 12-ാം തീയതിയാണ്. എല്ലാവരും വന്ന് പിന്നെ ഒന്നും പറയൊന്നും വേണം. അടിമ 12-ാം തീയതി മാത്രമല്ല, എല്ലാ ദിവസവും ചെയ്യും. ഈ പ്രാവശ്യം നമുക്ക് പ്രാർത്ഥനയുണ്ട്. എല്ലാവരും വന്ന് അടിമയോട് ഇത് പറയണ്ട, വന്നോളൂ. എന്നാ നിങ്ങളെല്ലാം സങ്കീർത്തനക്കാരൻ പറയും പോലെ എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ചു നോക്കുന്ന കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ. ഞാൻ വചനത്തിൽ നിന്ന് ചില കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഉടക്കൊന്നും ഉണ്ടാക്കണ്ട. ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ കൺവെൻഷനിൽ. 10:30 വരെ ഉണ്ട് മിക്കവാറും. വേണമെന്ന് കേൾപ്പിച്ചു കൊടുത്തിട്ട് ഗുണമാകുക എന്നേ ഗുണമാകട്ടെ, അതുകൂടെ കേൾപ്പിച്ചു കൊടുത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടിമയാണ്. ദൈവത്തിന്റെ മഹത്വം യൂദായുടെ മനോഭാവമാണ്. യേശു ക്രിസ്തുവിന്റെ ദാസൻ. ദൈവത്തിന്റെ മഹത്വം. ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ലേഖനം അത്രയ്ക്ക് നല്ല ലേഖനമാണ്. ദൈവത്തിന്റെ മഹത്വം. ഈ ലേഖനത്തിലെ വേറൊരു വിഷയം, ഈ മൂന്നുകളുടെ ഒരു അതിപ്രസരമുണ്ട്. മൂന്നുകൾ മിക്കതും 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1-ാം വാക്യം വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക്. യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും. ഒന്നുകൂടെ 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. 3 പേര് കന്നല്ലോ. 3 യേശുക്രിസ്തു, യാക്കോബ്, യൂദ. 3. അടുത്ത വാക്യം. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക്. സ്നേഹിക്കപ്പെട്ടു, സൂക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു. 3. യേശുക്രിസ്തു, യാക്കോബ്, യൂദ. 3. ഇവിടെ 3 പദം: സൂക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു, സ്നേഹിക്കപ്പെട്ടു. 3 ഘട പദം. ഇനി 2-ാം വാക്യം വായിച്ചേ. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. കരുണ, സമാധാനം, സ്നേഹം. പിന്നെ 3. 5-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ വരുമ്പോൾ 3 സംഭവങ്ങൾ. 5, 6, 7 വായിരം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. മിസ്രൈമിൽ ഇറങ്ങി തിരിച്ചവർ പലരും നശിച്ചു. ഒരു ചരിത്രം. അടുത്തത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരുടെ സംഭവം 2. പിന്നെ അടുത്ത വാക്യം. അതുപോലെ സോദോമും ഗൊമേറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച്. ഒരു സംഭവം, മിസ്രൈമിൽ ഇറങ്ങിപ്പോന്ന ജനത്തിന്റെ സംഭവം. സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതന്മാരുടെ വിഷയം. സൊദോമിനെയും ഗോമോറിനെയും ന്യായം വധിച്ച വിഷയം. അത് 3 സംഭവം. 3 ഘട്ട അതിപ്രസരമുണ്ട്. 11-ാമത്തെ വാക്യം വായിച്ചേ. 3 വ്യക്തികൾ. അവർക്കയ്യോ കഷ്ടം, അവർ കയീന്റെ വഴി. അടുത്തത്, ബിലിയാമിന്റെ വഞ്ചനയും. കൂലി കൊതിച്ച ബിലിയാമിന്റെ വഞ്ചന. പിന്നെ കോരഹിന്റെ മത്സരത്തിൽ 3 കക്ഷികള്: കയീന്, ബിലയാം, കോരഹ്. 3 നല്ല ഏറ്റ പുള്ളിക്കാരാ. ഞാൻ പിന്നെ വരാം ആ ഭാഗത്തേക്ക്. എഴുന്നേറ്റ് പോരുതെന്നേ ഉള്ളൂ. അപ്പൊ ഈ 3 പേരുടെ ഒരു നല്ല
പ്രയോഗമുണ്ട്. ദൈവത്തിന് മഹത്വം. 25-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സകല കാലത്തിനു മുമ്പ് സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും സർവകാലവും ഇപ്പോഴും സദാകാലവും. 3 പദം. സർവകാലം ഇപ്പോഴും സദാ. അടുത്തത് തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാണ്. ശ്രദ്ധിക്കുക, ഈ 3 വലിയ പ്രയോഗം ഈ ലേഖനത്തിലുണ്ട്. ലേഖനം അത്ര ഈ ഊറ്റൻ ലേഖനമാണ്. ദൈവത്തിന് മകൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് യൂദയുടെ ലേഖനം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഭൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ വെളിപ്പെടുത്തി തന്നിരിക്കുക. വളരെ ആഴമേറിയ ലേഖനം. ദൈവത്തിന്റെ മഹത്വം. 3 വ്യക്തികളെ മുമ്പേ പരിചയപ്പെടുത്തിയല്ലോ. 1 കയീൻ, 2 ബിലെയാം, 3 കോരഹ്. അവരെ പോലാണ് പലരും ദുരുപദേശക്കാർ. ഇനിയും ഈ ലേഖനം എഴുതാനുള്ള കാരണം പൊതുവിലുള്ള രക്ഷ. ഇത് എഴുതാനാ തുനിഞ്ഞത്, പൊതുവിലുള്ള രക്ഷ. പക്ഷെ രക്ഷ എന്ന വിഷയം എഴുതാൻ ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് മനസ്സിലായി, രക്ഷ എന്ന വിഷയം എഴുതുന്നതിന് ഉപരി ഈ ദുരുപദേശത്തിന് ഖണ്ഡനം നടത്തണം. കാരണം പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായവും യൂദയുടെ ഈ ലേഖനവും വളരെ പൊരുത്തമുള്ള ലേഖന. നമ്മളോർക്കും 2 പേരോട് ഒന്നിച്ചിരുന്ന് എഴുതിയതാണോ? അത്രയ്ക്ക് ഈടുറ്റ ലേഖനമാ ഈ പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായവും യൂദയുടെ ലേഖനവും. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചേ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപേക്ഷകന്മാർ ഉണ്ടാകും. ഉണ്ടെന്നല്ല, ഉണ്ടാകും. പക്ഷെ യൂദ ലേഖനം എഴുതാൻ നേരത്തെ ഇവന്മാര് കയറി ഇതിനകത്ത്. 3-ാം വാക്യം വായിച്ചേ, 3-ഉം 4-ഉം. അവർ ദ്രവ്യാഗ്രഹത്തിൽ യൂദായുടെ ലേഖനം 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നമെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അപ്പം പത്രോസ് എഴുതി വരും. യൂദ എഴുതിയപ്പോൾ ഇവന്മാര് വരികയല്ല, ഇതിനകത്ത് കയറി പമ്മിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫയർ എന്നൊക്കെ പറയാൻ കേൾക്കാം. വെറുതെ ഇരിക്കുന്ന തങ്ക തള്ളി താഴെയിട്ട് തങ്ക അവിടെ വലന്ന് കിടക്കുകയും തള്ളിയിട്ടവൻ കാറെ കയറി വീട്ടിൽ പോവുകയും ചെയ്തു. പിന്നെ തങ്കയുടെ ഭർത്താവ് പറയാം, ഓട്ടോ കിട്ടുമോന്ന്. പിന്നെ ഇതിനെ കയറ്റിക്കൊണ്ട് പോകണ്ടായോ? പത്രോസ് പറഞ്ഞു, ഇങ്ങനെയുള്ള ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. അല്ല, വേറൊരു സംഭവം കൂടെ പറയാം. നിങ്ങളെല്ലാം വചനത്തിൽ നന്നായിട്ട് തിട്ടമുള്ളവരും ഗ്രഹിക്കുന്നവരും ചിലരെ ആസ്വദിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ലെങ്കിലും നന്നായിട്ട് ചിലർ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാക്കി. ചോദിച്ചാനൊക്കെ അറിയാമല്ലോ, ശുശ്രൂഷിക്കുന്നവർക്ക് പിടികിട്ടും ദൈവവചനം. അപ്പൊ ശ്രദ്ധിക്കുക, പൗലോസ് എഫെസോസിൽ ഒരു 3 കൊല്ലം വേല ചെയ്തു. എഫെസോസിൽ 3 കൊല്ലം. ആ 3 കൊല്ലത്തെ വേല എല്ലാവരോടും പൗലോസ് സുവിശേഷം പറഞ്ഞു. സുവിശേഷം അല്ല, ഇടയ്ക്ക് ചോദിച്ചാൽ 9 മണിയായോ? എന്തുവായി? 9:30 9:45 വരെ പോകാം അല്ലയോ? നോക്കട്ടെ. പൗലോസ് എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. ഇടയ്ക്ക് കയറി പറയാ, എന്തുവാ ഈ സുവിശേഷം? അത് പറയാം. മതം മാറ്റുന്നതല്ല, സഭ മാറ്റുന്നതല്ല, സംഘടന മാറ്റുന്നതല്ല, ആളെ കൂട്ടി ഓളവും ബഹളവും മേളവും അലർച്ചയൊന്നുമല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല സുവിശേഷം. അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ അത്യാവശ്യത്തിന് പോകുമ്പോഴാണ് 1-2 പേര് മുണ്ടുമൊക്കെ മടക്കി കൊത്തി ഇങ്ങനെ. കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല.
നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നതല്ല സുവിശേഷം. അല്ലെന്ന് അല്ല, മതം മാറ്റുന്നതല്ല, സഭ മാറ്റുന്നതുമല്ല, സംഘടന മാറുന്നതുമല്ല, വടിവാള് കിടക്കിയച്ച് ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്നതല്ല സുവിശേഷം. തോക്ക് ചൂണ്ടിയച്ച് നിന്നെ ഇപ്പൊ കാച്ചിക്കളയും ചേരടാ ഞങ്ങളുടെ മതത്തിൽ, അങ്ങനല്ല സുവിശേഷം. അടുത്ത കാലത്ത് ആരോ ഒരാൾ പറഞ്ഞു കഞ്ഞിയും കാശും കൊടുത്ത് ഇതാക്കുകയാണ്, ചോറ് കൊടുത്തിട്ടേക്കുന്നില്ല. പിന്നെ ആ കഞ്ഞി അല്ല, ഒന്നാന്തരം മുടുത്ത കിളിമീൻ വരെ കറി വെച്ച് എന്നിട്ട് കേൾക്കുന്നില്ല. അന്നേരം ആ കഞ്ഞി അത് പോട്ടെ, ഊളത്തരം ആരെങ്കിലും പറഞ്ഞു നിർത്ത്. നമ്മള് വിട്ടുകള. സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല. എന്റെ പ്രിയരെ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. തീമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ അങ്ങനല്ലേ വാക്യം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം യേശു ക്രിസ്തുവാണ്. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും വിമല മനോഹര സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. സുവിശേഷം യേശു ക്രിസ്തുവാ. എന്തിനാ ഈ സുവിശേഷം? എന്തിനാ? ചില പറയാ കുറെ അവന്മാരുടെ വയറ്റിപ്പിഴപ്പിനാണ്. ഒരാൾ പറഞ്ഞു കുറെ അവന്മാരുടെ. നാളൊരു തള്ള പറഞ്ഞു ജോലിയും കൂലിയില്ലാത്ത കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ അവരോട് പറഞ്ഞു തള്ളയ്ക്ക് വട്ടാന്ന് പറഞ്ഞു. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട, വട്ട് കേസാണ്. ഈ ജോലിയും കൂലിയില്ലാത്തവരെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വം, ചുമതലകളും, ജോലിയും, പഠിപ്പും, ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഉള്ളതാ. ഇല്ലാത്തത് എനിക്കേ ഉള്ളൂ. അതേ ചോദിച്ചാ എൻ്റെ സംസാരം കേൾക്കും അറിയാൻ മേലെ. എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞത് അയാൾക്ക് വിവരമൊന്നും ഉള്ളവനല്ലെന്ന്. എന്നെ സത്യമായ കാര്യമാണ്. നാളെ വേറെ 2 ഉപദേശിമാർ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. അയാൾ പ്രസംഗിക്കുന്ന സ്റ്റേജിലേക്ക് അയാൾക്ക് ആകാശിന് ബോധവും വിവരമുള്ളവനല്ല. അയാൾ നമ്മളെ ഇട്ട് നാണം കെടുത്തു വന്നു. അതുകൊണ്ട് ഇപ്പം സ്റ്റേജിൽ പോലും നിങ്ങൾ 4 പേരും വന്നിരിക്കുന്നല്ലോ, അഭിനന്ദിക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്കൊരു സഹായമായിട്ട് ഈ വിവരദോഷിയുടെ പ്രസംഗം കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നല്ലോ, ദൈവം നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കട്ടെ. ഒരുത്തൻ പറഞ്ഞ അയാൾ പ്രസംഗിക്കുന്നുണ്ട് ആകാശിന് ബോധവും വിവരമുള്ളവനല്ല. അയാൾ വല്ലതുമൊക്കെ വിളിച്ച് സത്യമാണ്, വിവരമൊന്നുമില്ല. പക്ഷേ ഒരു വിവരമില്ലാഞ്ഞ് എന്നെ ദൈവം കണ്ടെന്നുള്ളതാണ്. സ്തോത്രം. സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ, സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ യോഗ്യതയിൽ മോനെ ഇട കൂട്ടി വന്നു. അവൻ പോയെന്നു കൂട്ടിക്കേ കൂട്ടിക്കോ. അത്യാവശ്യ കാര്യത്തിന് വല്ലതും പോയതാന്ന് ഇനിയും പിന്നെ അത് പ്രശ്നമാണ്. സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ യോഗ്യതയിൽ അഗതിയനി അല്പവുമോർഗിൽ ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോയി. ഇതൊന്ന് വായിച്ചു നോക്കട്ടെ. സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ, സ്വർഗസുഖമണുവളവും യോഗ്യതയിൽ അല്പവുമോർഗി,
യോഗ്യതയില്ലകനി എനിക്ക് അല്പവും ഓർമ്മി ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോയി ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോയി. അപ്പൊ ശ്രദ്ധിക്കുക, എന്തുവാ സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? അവൻ ഒറ്റ വാക്ക് പറയുന്നത് അവൻ തൊഴിലില്ലാത്തവർക്ക് ഉള്ളതല്ല, ഒരു ജോലിയും കൂലിയും മേലെ ഇല്ലാത്തവർക്ക് ഉള്ളതല്ല. ഈ സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, രക്ഷിക്കപ്പെടാൻ ഒറ്റ വ്യക്തി, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി നസറയനാകുന്ന യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു മാത്രമാ രക്ഷകൻ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ മാമൂല് കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ കുരിശുമൂട്ടി കുടുംബത്തിനെ കൊണ്ടൊന്നും നീ രക്ഷിക്കപ്പെടുകയല്ല. തോമാശ്രീയ വന്നപ്പോ മുക്കിയതാ, പിന്നെ മോക്കി ഉന്താം. എടാ, സ്വർഗത്തിൽ പോണേ നീ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ കന്യാസ്ത്രീ ഉണ്ട്, അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, മെത്രാൻ ഞങ്ങളുടെ ആളാ, ബിഷപ്പ് ഞങ്ങളുടെ ആളാ, നല്ല കാര്യം. പക്ഷേ സ്വർഗത്തിൽ പോണേ നീ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ പള്ളിക്കുന്നതിലെ ആ പള്ളി താഴത്ത്, ആ പള്ളി കാനത്ത്, ആ പള്ളി വടക്കേ, പള്ളി തെക്കേ, അത് നല്ല കാര്യം. വീടൊന്നും പൊളിക്കണ്ട, പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. പകലോമറ്റത്ത് ശങ്കരപുരിയ കാളികാവ ഞാൻ ഇന്നടത്ത് ഇവിടെ ഒത്തിരി വീട്ടുപേരുണ്ട്, എല്ലാം മറന്നുപോയി. മാട്ടയിലെ മാക്കലെ മണ്ടാനത്തെ, പിന്നെ മണപ്പറമ്പിലെ, അതൊക്കെ നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രമാ രക്ഷകൻ. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല എണ്ണവും കേൾക്കണം. 49-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭത്തിലുണ്ട്, മനപ്പാഠമാ. സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. ഏതാ? സുവിശേഷം കേൾക്കണം. ഇതാ കേൾക്കേണ്ടത്, ഇതാ കേട്ടിരിക്കേണ്ടത്. മറ്റുള്ളതൊന്നും കേട്ടാൽ അത്ര സുഖമല്ല. തന്നെയല്ല, മറ്റുള്ളതൊന്നും എല്ലാവരും ഇരുന്ന് കേൾക്കാനും. ചില പ്രായമുള്ള ഒരു വർത്താനം പറയുമ്പോ അമ്മമാര് പറയില്ലേ, എന്തുവാ നാടി മൂത്തവര് പറയുന്നതിന്റെ കീഴേ കയറി കൊച്ചുങ്ങള്. അപ്പൊ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാ മൂത്തവരിരുന്ന്. അതുകൊണ്ടല്ലേ നിങ്ങളെ എഴുന്നേപ്പിച്ചു വിടുന്നത്. എന്നിട്ട് ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ട്, പ്രായമുള്ള ഒരു വർത്താനം പറയുന്നതിനിടെ പ്രായമുള്ളവർ പറയുന്നതെല്ലാം തൊന്തിരി വർത്താനമാണ്. അതല്ലേ പിള്ളേരെ എഴുന്നേപ്പിച്ചു. ഇപ്പൊ നേരെ തിരിച്ചാ, പിള്ളേരാ എന്തുവാ ഡാഡി ഞങ്ങൾ പിള്ളേര് പറയുന്നതിനിടെ പിള്ളേരോ അതുപോലത്തെ അയ്യോ. ഇവിടെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒന്നുമല്ല. മാധ്യമങ്ങളിൽ വരുന്നതും ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നതും അവൻ വാട്സപ്പിനകത്തൂടെ എല്ലാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഇത് വായിച്ചു. ഞാൻ തന്നെ ഇരിക്കുമ്പോഴാണ് വായിക്കുന്നത്. അത് ഞാൻ ചോദിച്ചു, അതെന്നാ? എല്ലാവരും കൂടി ഇരുന്ന് വായിക്കാനെന്നും. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്നാ? ഡിഫൻഡർ. മുഴുവൻ പ്രശ്നമാണ്. എന്തിയേ? ആരെ പറ്റി എഴുതിയോ അവരെല്ലാം ഇപ്പോൾ ശുശ്രൂഷയിൽ ശോഭിക്കുന്നുണ്ട്. എന്തിയാടാ എഴുതിയവൻ? എന്തിയാ നിന്റെ സന്തതി? സൂക്ഷിച്ചെഴുതണേ, സൂക്ഷിച്ച് സംസാരിക്കണേ. വാട്സപ്പിനകത്തും അതിനകത്തുമൊക്കെ എഴുതുന്നവരെ, കുറിക്കുന്നവരെ സൂക്ഷിക്കണം. ആരെയും വിധിക്കണ്ട. പൗലോസ് കൊരിന്ത്യയ ലേഖനത്തിൽ ഒരു പദം പറഞ്ഞു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു. 11-ാം വാക്യത്തിൽ ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിന് കൂടാ. നമ്മൾ ആരെയും വിധിക്കുന്നത് അയ്യോ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും വാക്കും എഴുത്തും പ്രവൃത്തി സംസാരവും സമീപനവും എല്ലാം വളരെ സൂക്ഷിക്കണം. ലേഖനോ അത് തന്നെ സൂക്ഷിക്കണം. ദൈവത്തിന് മഹത്വം. എന്തുവാ സുവിശേഷം? എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ.
ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്നതാ സുവിശേഷം. അപ്പച്ചനും അമ്മച്ചിക്കും വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും കൊച്ചുമക്കൾക്കും പിള്ളേത്താണ്ട് എല്ലാവരും ഇത് കേൾക്കുകയല്ലയോ? എല്ലാവരും കേൾക്കുകയല്ലയോ? മറ്റാരങ്ങനല്ലോ, എഴുന്നേറ്റ് പോടാ. ഇവിടെ ആരോടല്ലോ ഇവിടെ അങ്ങനല്ല, ഭാര്യ ഇരിയടാ, അങ്ങനല്ലേ ഇവിടെ പറഞ്ഞത്. കുഞ്ഞെ നീ ഇരിക്കടാ, അവന് വേണ്ട ഇളകുന്ന ഇരിയടാ. ഒരാൾ എഴുന്നേറ്റപ്പം പിന്നെ ഇരിക്കാനല്ലേ, പുള്ളി അനുസരിച്ചിരിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇരിക്കടാ കാണ അതിനാ ഇത് കേൾക്കാൻ പറ്റുന്നതാ, ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ, ഇത് കേട്ടാൽ വിടുതല നടക്കുന്നതാ, ഇത് കേട്ടാൽ സൗഖ്യം വരുന്നതാ, ഇത് കേട്ടാൽ അത്ഭുതം നടക്കുന്നതാ, ഇത് അവൻ വിടുവിക്കുന്ന മാർഗമാ. അതാണ് സുവിശേഷം. എല്ലാവരോടും പറയണേ, എല്ലാവരും കേൾക്കണം. പിന്നെ നമ്മുടെ ആൾക്കാരോട് കുഴപ്പം കേൾപ്പിക്കുകയല്ല. ഈ സെൻട്രൽ ട്രാവൻകൂറിലും ഹൈറേഞ്ചിലും ഒക്കെ ഇത് മിക്കയിടത്തും കേൾപ്പിക്കുകയല്ല. അതിനെ കേൾപ്പിക്കുകയല്ല. അതിനാ പറയാം. എനിക്ക് ആ കാര്യത്തിൽ ഇഷ്ടം തിരുവനന്തപുരം സൈഡിലുള്ളവരെയാണ്. തിരുവനന്തപുരം സൈഡിലുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് കൈ പൊക്കിക്കുക, അഭിനന്ദിക്കാനാ. ആരുമില്ല, മോള് മാത്രമേ വന്നോളൂ. എങ്ങനെ വന്നു? കെട്ടിച്ചോണ്ട് വന്നതാ. നല്ല കാര്യം. ഞാനടുത്ത് യോഗത്തിനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം സൈഡിലുള്ള ദൈവമക്കളെ എനിക്ക് കുറച്ചുകൂടെ പ്രിയം എന്നാണെന്നറിയാമോ? നമ്മൾ കൺവെൻഷൻ വെക്കുകയാണ്, ഒരു 3 കിലോമീറ്ററിനകത്ത് മൈക്ക് വെക്കും, കേൾപ്പിക്കും. അവര് ചെല്ലുമ്പോഴേ പറയും, പാസ്റ്റർ ആ ബസ് സ്റ്റോപ്പിൽ വരുമ്പോൾ കേൾക്കാം, നമ്മുടെ കേൾക്കാം. പാസ്റ്റർ ആ ബസ് സ്റ്റോപ്പിൽ വരുമ്പോഴേ സൂക്ഷം, അങ്ങനെ ഒരു 2 കിലോമീറ്റർ താഴെ ചെല്ലുമ്പോഴേ കേൾക്കാം നമുക്ക് സുവിശേഷം, പാട്ടും പ്രാർത്ഥനയും. പക്ഷെ ഇങ്ങോട്ട് തിരുവല്ല സൈഡ്, റാന്നി, കോന്നി, തിരുവല്ല, പത്തനംതിട്ട, കോട്ടയം സൈഡ്, പിന്നെ ഹൈറേഞ്ച് ഇവിടെ വന്നാൽ അങ്ങനെയൊന്നും കേൾക്കാൻ മേല. ഇവിടെ തന്നെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അതിന് ആരുടെയും കുഴപ്പമില്ല. മൈക്ക് സെറ്റുകാരെ വിളിക്കുമ്പോഴേ പറയും കുറച്ചുകൂടെ താക്കാവുമെന്ന്. കുറച്ചുകൂടെ അവനുടനെ ഒരു ബോക്സ് കൂടെ അങ്ങ് താക്കും. ഉടനെ കമ്മിറ്റിക്കാർ ചോദിക്കും ഇച്ചിരി കൂടെ താക്കാമോ? ഒന്നുകൂടെ അങ്ങ് താക്കും. അങ്ങനെ താത്ത് ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഒന്നും ഇവിടെ ഒന്ന് അല്ലിയലിയാന്ന് പറയുമ്പോൾ താഴെ അളിയാന്നാ കേൾക്കുന്നത്. താത്ത് ക്ലിയർ ആകുന്നില്ലല്ലോ. അയ്യോ, ഇത് കേൾപ്പിക്കണം. അതിനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാണ്. എല്ലാവരും കേൾക്കണം. അപ്പച്ചനും കേൾക്കണം, അമ്മച്ചിയും കേൾക്കണം, പിള്ളേരും കേൾക്കണം, യൗവനക്കാരും കേൾക്കണം. എല്ലാവർക്കും കേൾക്കാനും ആസ്വദിക്കാനും അംഗീകരിക്കാനും പറ്റുന്നതാ സുവിശേഷം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകർ യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകർ യേശുവിൻ നാമത്തിൽ വണങ്ങും, അത് ബഹു സന്തോഷമേ. കൂടുവിൻ സഭകളെ വന്ന് പാടുവിൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ, സുവിശേഷം ചൊല്ലാൻ ഓടുവിൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, ഒത്തല്ലാരും നീടുവിൻ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകം യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അത് ബഹു സന്തോഷമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം. എല്ലാവരും കേൾക്കണം, എല്ലാവരെയും കേൾപ്പിക്കണം. ആരെയും നിർബന്ധിക്കുമൊന്നും വേണ്ട, പക്ഷെ എല്ലാവരെയും കേൾപ്പിക്കണം. ഇത് നിർബന്ധിച്ച് കൂട്ടുന്ന മാർഗമല്ലിത്. സമ്മർദ്ദം ചെലുത്തി, ഭീഷണി ചെലുത്തി, അവ മോഹന വാഗ്ദാനം കൊടുത്തൊന്നും അങ്ങനൊന്നുമല്ല. ചെല്ലു പറയാ, കാശ് കൊടുത്തതിനകത്ത് നിങ്ങൾ ഇച്ചിരി കാശ് കൊടുത്ത് തിരിച്ചങ്ങോണ്ട് എന്തിനാ അവിടെ കുത്തിയിരിക്കുന്നു? പോകും. അല്ല, അങ്ങനെ കാശ് തരാന്ന് പറഞ്ഞ ആരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വരരുത്. ഒരെണ്ണം ഇതിനകത്ത് വരരുത്. വീട് വെച്ച് തരാം, തയ്യൽ മെഷീൻ തരാം, ബാത്റൂം പണിത് തരാം, 2 മുറിയും ചായ്പും തരാം, അങ്ങനെ ഏതേലും അവന്മാര് പറഞ്ഞിട്ടുണ്ട്.
ഒരെണ്ണം ഇതിനകത്ത് വരരുത്. ഇത് കാശ് തരാനുള്ള മാർഗമല്ല, വീട് വെച്ച് തരുന്ന മാർഗമല്ല, പെണ്ണിനെ കെട്ടിക്കാൻ പൈസ തരുന്ന മാർഗമല്ല, തയ്യൽ മെഷീൻ മേടിച്ചു തരുന്ന മാർഗമല്ല. ഇത് സുവിശേഷമാണ്. അല്ല, അങ്ങനെ ആർക്കെങ്കിലും ചില ചിന്താഗതി കൊണ്ട് അവര് ഇന്ന് രാത്രി മുമ്പോട്ട് വന്നാൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വിടാം. വെറുതെ നീ ഇവിടെ നത്തു കുത്തിയിരിക്കും പോലെ വന്ന് പണ്ട് ഒരാൾ പഴഞ്ചൊല്ലി പറഞ്ഞ നാ നടന്നാ പലോവില്ല നായിക്കിരിക്കാൻ. എന്തിനാ അങ്ങനെ ഇരിക്കുന്നേ? ഇതൊന്നും തരുന്ന മാർഗമല്ല കേട്ടോ. ഇത് നിന്റെ ആത്മരക്ഷയുടെ മാർഗമാണ്. നിന്റെ ആത്മരക്ഷ യേശുവിൽ കൂടി മാത്രമാണ്. എന്ന് പറഞ്ഞ് നാടൻ പച്ചയ്ക്ക് വച്ചേ പറഞ്ഞാൽ നീ നരകത്തിൽ പോകരുത്. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്, പല്ലുകടിയും കരച്ചിലും അന്ധകാരവും കൂടിയിട്ടും ഉള്ള നരകത്തിൽ പോകരുത്. നീ നിത്യതയിൽ സ്വർഗത്തിലെത്തണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട, കയ്യും കാലും ഒന്നും പൊക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്നൊരു ഒറ്റ വാക്ക് പറ, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം, ഞാൻ പാപിക, എന്റെ പാപം ക്ഷമിക്കണം, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, മഹത്വരാജനായി നിന്നിലേക്ക് ഇന്ന് എഴുന്നള്ളീട്. ചേർന്ന് പാട്. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ. കൈയടിച്ച് പാടി. ഓ ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവനുരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങി. ആമേ. ലാസർ മരിച്ചവൻ. കൈയടിച്ച് ചേർന്നുമാണ്. ഓ കല്ലറ തുറന്നത് കെട്ടുകളഴികൾ. ആമേ. കല്ലറ തുറന്നു. ആമേ. മരണബന്ധനങ്ങളെ വിട്ടുപോരു നീ, മരണബന്ധന. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു മഹത്വരാജനായി. ഓ ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചു. ആമേ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ. ആ പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചു. ഓ വീണ്ടെടുക്കുവാൻ നിൻവിലയേകും. ആമേ. വീണ്ടെടുക്കും. ഓ ജീവരക്ഷയേകനാൻ ചൊരിഞ്ഞുവല്ലോ, ജീവരക്ഷ. ആമേ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ വീടട്ടെ. ആമേ. രക്ഷകൻ യേശുവിൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അതാണ് സുവിശേഷം. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളത് പറയണമല്ലോ. ഇതാണല്ലോ പറയേണ്ടതും. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ട? സകല എണ്ണവും കേൾക്കണം. കേട്ടാലുള്ള ഗുണം എന്നാ? കേട്ടാലുള്ള ഒത്തിരി ഗുണമേ ഉള്ളല്ലോ. ഇനി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. മർക്കോസ് 1:14 മുതൽ താഴോട്ട് പഠിച്ചാൽ മതി. മാനസാന്തരം. സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടണം. എന്തുവാ ഈ മാനസാന്തരം? മാനസാന്തരം എന്നാ? തിരിഞ്ഞു വരണം. അതിനാ തിരിഞ്ഞു വരണം. നേരെ അല്ല ഇപ്പൊ പോകുന്നത്. പണ്ടൊരാളോടൊരു ഉപദേശം പറയുമായിരുന്നു, ചായ കൃപയെ വരണം, യേശുവിനെ അറിയണം. പുള്ളി പറയുമായിരുന്നു, ക്ലാസ്സിലെ കുറച്ചുകൂടെ നേരെയാകാനുണ്ട്, വരാം, നേരെയാകാനുണ്ട്. അങ്ങനെ പറഞ്ഞു ഒടുവിൽ പുള്ളി മരിച്ചു. ഉപദേശിക്ക് ആള് വിട്ടു, പുള്ളി മരിച്ചെന്ന്. പുള്ളി അവിടെ ചെന്നപ്പം കിടക്കുക. അന്നേരം പുള്ളി പറഞ്ഞു, ആ നേരെയാകുന്നത് ഇങ്ങനെയാന്ന് ഞാൻ നേരെയായി. തിരിഞ്ഞു വരണമെന്ന് തിരിഞ്ഞു വരണം തന്നെ ഈ പറയുന്നത്.
തിരിഞ്ഞു വരാതൊക്കത്തില്ല. മാനസാന്തരം, അതാ മാനസാന്തരം. യേശുവിനെ രക്ഷിതാവാചീരണം. യേശു മാത്രമാ രക്ഷകൻ. മറ്റൊരുത്തനിലും നീ നരകത്തിൽ പോകരുത്. ചാകാത്ത മുഴുവൻ കെടാത്തതയുണ്ട്. ഉഞ്ഞുഞ്ഞെ നീ അതിനകത്ത് പോയി പെട്ടുപോകരുത്. അവിടെ കിടന്ന് കാലം ഇട്ടടിച്ചേച്ച് ആ മനസ്സ് അവസാനം ഒരുത്തരും നിന്നെ രക്ഷിക്കത്തില്ല. ഒരു പുണ്യാളനും രക്ഷിക്കത്തില്ല, ഒരു പുണ്യവതിയും രക്ഷിക്കത്തില്ല, ഒരു ഉപദേശിയും രക്ഷിക്കത്തില്ല, ഒരു കപ്പിയാരും രക്ഷിക്കത്തില്ല, അച്ഛനും രക്ഷിക്കത്തില്ല, ഉപദേശിയും രക്ഷിക്കത്തില്ല, പാസ്റ്ററും രക്ഷിക്കത്തില്ല, ആരും രക്ഷിക്കത്തില്ല. രക്ഷിക്കാൻ കഴിവുള്ളവൻ ദൈവമാണ്. ദൈവത്തിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. മറ്റൊരുത്തലിനും രക്ഷയില്ല. യേശു മാത്രം രക്ഷകൻ. അപ്പൊ ഈ സുവിശേഷം എല്ലാവരും കേൾക്കണം. കേട്ടാലുള്ള ഗുണമെന്ന മാനസാന്തരം ഉണ്ടാകും. എന്തുവായി മാനസാന്തരം? തിരിഞ്ഞു വരണം. വിസ്തരിക്കുന്നില്ല അധികം. വഷളത്വം പെടണം. അതാ മാനസാന്തരം. ഈ വഷളത്വം വിട്ട് നീ മാനസാന്തരപ്പെടണം. അങ്ങനെ പറഞ്ഞേ, വഷളത്വം പെടണം. മാനസാന്തരത്തിന് ഏറ്റവും നല്ല ഉദാഹരണം സക്കായിയ. കാണാനായിട്ട് ആ കാട്ടത്തിയുടെ മേളിൽ കയറിയത്. സൂക്ഷിച്ച് അവിടെ നിന്നപ്പോൾ യേശു പറഞ്ഞു, ഉരുണ്ട് വീഴാതെ ഇറങ്ങി വരാൻ പറഞ്ഞു. യേശു പറഞ്ഞേ, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ്. ഞാനിങ്ങനെ പറഞ്ഞത്, യേശു പ്രോഗ്രാം മാറ്റി. അങ്ങനെയൊക്കെ ചെയ്യും. നല്ല ആഗ്രഹവും നല്ല മനസ്സ് വാങ്ങിയ നിനക്ക് വേണ്ടി യേശു പ്രോഗ്രാം മാറ്റി. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ. ചെലവിലോട്ട് പോകാൻ പോയതാ, പക്ഷെ ഇവന്റെ ആഗ്രഹം ഇത് പ്രോഗ്രാം മാറ്റി. അയ്യോ, എന്തോ മാനസാന്തരമാ. അവനെ വീട്ടിൽ വന്നപ്പം സക്കായി മാനസാന്തരപ്പെട്ട സക്കായി പറഞ്ഞു, ഗുരു പകുതി കൊടുക്കുക എന്ന് പറഞ്ഞു. പകുതി നമുക്ക് മാനസാന്തരം വന്നപ്പോൾ അവൻ്റെ പകുതിയും കൂടി എടുക്കാനായിരിക്കുന്നത്. പക്ഷേ പ്രാർത്ഥിക്കണം, അവർ നമുക്ക് കിട്ടണം. പണ്ടൊക്കെ അങ്ങനെ അമ്മമ്മ എഴുതിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നെ തള്ള 3, 7, 21 എല്ലാം അങ്ങ് ചുമ്മാ സമാധിയിരിക്കുമ്പോൾ ഹോലിരിക്കുക, കഞ്ഞിയും വെള്ളം കുടിക്കാതെ. അല്ല, നിങ്ങൾ ചിന്തിച്ച പഴയ ബന്ധുക്കോസുകാരെല്ലാം കിട്ടാൻ വേണ്ടി പ്രാർത്ഥന, വസ്തു മേടിക്കാനും വസ്തു എഴുതാനും വീട് വെക്കാനും എല്ലാം ഉപവസിച്ചു. ഇപ്പം തിരുവല്ല കുമ്പനാടെല്ലാം തിരിച്ചുപവസിക്കുക. വിൽക്കാനായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഇതുങ്ങൾക്കൊന്നും കഞ്ഞി കുടിക്കാനായിട്ട് വന്നില്ല. ആരംഭകാലത്ത് ഉപവസിച്ചത് മുഴുവൻ മേടിക്കാൻ. ഈ പ്രായമായ സമയത്ത് ഇപ്പോൾ ഒരു നേരം കഴിച്ചുകൊണ്ട് ഉപവസിക്കുന്നത് വിൽക്കാൻ. നിങ്ങളുടെ ഗതികേടൻ്റെ ഗതികേട. ദൈവത്തിൻ്റെ മകത്ത് നേരെ തലതിരിവായിപ്പോയി. എന്നാ ചെയ്യാൻ? ഇവിടെയും ചിലരങ്ങനെ ഉപവസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, നോട്ടം ഇരുമ്പം കണ്ടിട്ട്. അപ്പൊ സക്കായിക്ക് മാനസാന്തരം നല്ലതാണ്. സക്കായി പറഞ്ഞു, ഗുരു പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. തീർത്ത് മാനസാന്തരമാണ്. പിന്നെ ആരോടെങ്കിലും വല്ലവൻ ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മാനസാന്തരം. സുവിശേഷം കേട്ടാൽ ഇതുണ്ടാകണം. അയലത്തുകാരനുമായിട്ട് പിണക്കാണെങ്കിൽ സുവിശേഷം കേട്ട നീ മാനസാന്തരപ്പെട്ടാൽ ആദ്യം അവിടെ ചെല്ലണം. അവനോട് പറയണം, ജോർജ് കുട്ടി, നമ്മുടെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം, ഞാനിപ്പം മാനസാന്തരപ്പെട്ടെന്ന് അങ്ങോട്ട് എന്ന് പറയണം. അല്ലാതെ ഇരുന്ന് പ്രാർത്ഥിച്ച് ജോർജ് കുട്ടിയെ ഇങ്ങോട്ട് വരുത്തുകയല്ല. അല്ലെ പണ്ടൊക്കെ പാമ്പിനെ വരുത്തുന്നെന്ന് പറഞ്ഞ പോലെ. ഇതാ മാനസാന്തരം. ചേട്ടനോ അനിയനോ എഴുതിയോ അനിയത്തിയോ അയലത്തുകാരോ സഹോദരങ്ങളോ നാട്ടുകാരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ അന്നേരം അങ്ങോട്ട് ചെല്ലണം. ആ മാനസാന്തരം. സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ഒന്ന് സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും? അയ്യോ, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. സ്നാനം, തെളിവ്. വെല്ലുവിളി പോയിച്ച് വരിക. ഷണ്ണൻ വെല്ലുവിളി ഏതാ? യെരൂശലേമിലെ പോയിച്ച് തിരിച്ചിങ്ങോട്ട് വന്നു രഥത്തിലാ വരുന്നത്. രഥത്തിൽ വന്ന ഷണ്ണൻ വാട്സപ്പിനകത്തല്ല, പുള്ളി തിരുവെടുത്ത് നോക്കുക. തിരുവെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പീലിപ്പോച്ചൻ അവിടെ ശമരിയിൽ നല്ല തീപ്പൊരി ശുശ്രൂഷ. പെട്ടെന്ന് ആത്മാവ് പറഞ്ഞു, പീലിപ്പോച്ച നീ ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോകണം. ഓടി അവിടെ ചെന്നപ്പോൾ തേര് വരുന്നു. ചേർന്നങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. ചേർന്ന് തന്നെ പറഞ്ഞ് ചാടി കയറാൻ പറഞ്ഞു. ചാടി കയറി നോക്കിയപ്പോൾ ഷണ്ണൻ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചെന്തുവാ വായിക്കുന്നത്? ഞാൻ തിരുവെടുത്താ വായിക്കുന്നു. ഓ, ഏത് ഭാഗമാ? യശ്യാവാ. ഓ, യശ്യാവിലേതാ? 53 ഭാഗമാ? അറുക്കാനുള്ള ആടെ പോലെ. അപ്പൊ ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഓ, വായിക്കുന്നതല്ലാതെ ചിലരങ്ങ് വായിക്കുന്നേ ഉള്ളു, തന്നെ അന്ന് പോലും അറിയത്തില്ല. ചില പിന്നെ വായിക്കുന്നത് മുഴുവൻ വിഡ്ഢിത്തവാ വായിക്കുന്നത്. അതെ, ഒരാൾ വായിച്ചു എൻ്റെ കുടലിൻ്റെ നടുവിലെന്നാ, അതിന് വായിച്ചു കടലിൻ്റെ അങ്ങ് വായിച്ചു വിടുക.
22-ാം സങ്കീർത്തനം കുടലിൻ്റെ അതിനാ കടലിൻ്റെ നടുവിൽ. അന്നേരം കേട്ടവർ ചിരിച്ചോണ്ടെ പുള്ളി അരിചം കയറി ആണ്ട് അനാവശ്യം പറഞ്ഞ ചിറങ്ങിപ്പോയി. എന്നാ ചെയ്യാൻ? വേറൊരാൾ പണ്ട് വായിച്ചു, എഫസോസ് വെച്ച് ഞാൻ മൃദംഗ യുദ്ധം ചെയ്തു. അപ്പം ഞങ്ങളുടെ ഒരു ഉപദേശം പറഞ്ഞു, നീ വായിക്കേണ്ട തബല കാണാൻ സാധ്യതയുണ്ട്, അപ്പം നീ വായിക്കാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെയൊക്കെ അങ്ങ് വായിച്ചങ്ങ് വിടുന്നേ ഉള്ളൂ. അടുത്ത കാലത്ത് ഒരാൾ വായിച്ചെന്നാ പറയുന്നത്, കെങ്കറൈ സഭയുടെ ശുശ്രൂഷക്കാരത്തി ഭേബ, അതിന് പുള്ളി വായിച്ചു ക്രൈം ബ്രാഞ്ച് സഭയുടെ ശുശ്രൂഷക്കാരി, അങ്ങ് വായിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ഷണ്ണൻ തിരുവെടുത്ത് വായിക്കുക. ഫിലിപ്പോസ് ചോദിച്ചു ഏത് ഭാഗമാ? അയ്യോ, ഞാൻ വായിക്കുന്നത് അറുക്കാനുള്ള ആടിനെ പോലെ എണ്ണുന്നു, ഗ്രഹിക്കുന്നോ ഇല്ല. അയ്യോ, പൊരുൾ തിരിച്ചതിരാ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അങ്ങനെ ഫിലിപ്പോസ് പൊരുൾ തിരിച്ച് എഴുതിയിരിക്കുന്നത് ഈ തിരുവെടുത്ത് മുഖാന്തരം സുവിശേഷം. ചോദിച്ചാൽ എന്തുവായി സമയം? ചോദിച്ചാൽ നോക്കുന്നുമില്ല, അച്ഛനിടയിലെ ഇതിരിക്കുന്നതാണ്. ചൂടെ പോട്ടെ. അപ്പോൾ നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? ഈ തിരുവെടുത്ത് അടിസ്ഥാനമാക്കി വചനം വായിച്ച് 35-ാം വാക്യം വായിച്ച് 8:35 അപ്പോസ്തല പ്രവൃത്തി 8:35 വായിരേ. ഫിലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അടുത്തത്, അവർ ഇങ്ങനെ വഴിക്ക് പോകുമ്പോൾ അങ്ങനെ ഫിലിപ്പോച്ചൻ സുവിശേഷം അറിയിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഷണ്ണൻ വായിക്കുന്നു, ഫിലിപ്പോച്ചൻ അറിയിക്കുന്നു. സുവിശേഷം അറിയിച്ച് വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോച്ചനെ വെള്ളത്തിൽ മുക്കിക്കൊന്നല്ല. ഇത്ര നേരം എന്നോട് ഇത് പറയാനായിരുന്നോ? അല്ലല്ല, ഷണ്ണനുടനെ ഫിലിപ്പോച്ചനോട് പറഞ്ഞു, ഫിലിപ്പോച്ച വെള്ളം അതിനെ ദാഹിക്കുന്നോ? അല്ലല്ല, അതിനെ കുളിക്കണോ? രണ്ടുമല്ല, എനിക്ക് സ്നാനപ്പെടണം. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. നമ്മൾ ശരിക്ക് പറയുന്നില്ലല്ലോ പലരും. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ സ്നാനമുണ്ട്. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാൻ, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, അവിടുത്തെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ദൈവത്തിന്റെ മകത്ത് ഇത് ദൈവത്തിന്റെ കൽപ്പനയാ, ഇത് ദൈവത്തിന്റെ നീതിയാ, ഇത് ദൈവത്തോട് അവൻ സമാധാനം ഉണ്ടാക്കുന്ന വിഷയമാ. ആ പെട്ടകത്തിൽ 8 പേര് സ്നാനത്തിന് മുൻകൂറി 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കേൾനടയായി. ആ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു തന്നെ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരല്ല മേഘത്തിന് കീഴിലായിരുന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആകാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. ഇതിന്റെ എല്ലാ അർത്ഥം സ്നാനമാണ്. അപ്പോൾ സ്നാനം പെന്തിക്കോസുകാരെ കണ്ടുപിടിച്ചതല്ല, ദൈവം തമ്പുരാൻ നേരത്തെ ക്രമപ്പെടുത്തി വെച്ചതാ. ദൈവത്തിന് മഹത്വം. എങ്ങനെ ചിലക്ക് ഇപ്പോഴും അറിയത്തില്ല എങ്ങനെയാ സ്നാനപ്പെടുന്നെന്ന്. കരയരുത്, എങ്ങനെയാണോ സ്നാനം? ഓടി എൻ്റെ ദൈവമേ, യേശു നടന്നാ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ നടന്നു. യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമ്മുടെ മാതൃക യേശുവാ. നടന്നാ വന്നത്. അപ്പൊ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതാ ഇരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. അരുമനായകനെ നീ
എന്നരികിൽ വന്നിടുന്നു. യോഹന്നാൻ തടഞ്ഞു. അപ്പൊ യേശു യോഹന്നാനോട് ഇപ്പോൾ സമ്മതിക്കാം. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ, സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. ഇന്ന് രാത്രി രക്ഷാദിവസമാ, ഈ രാത്രി സുപ്രധാന കാലമാ. നീ തട്ടിക്കളയരുത്, ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനായി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നഷ്ടപ്പെടുത്തി കളയരുത്, അവ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ സ്നാനം നടക്കും, മാനസാന്തരം ഉണ്ടാകും. ഒന്നുകൂടെ തെളിച്ച് പറയാം, ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കും. ഭക്തനും ദാനധർമ്മിയായിരുന്നു കൊറന്നല്യോസ്. ഒരു ദർശനമൊക്കെ കണ്ടു വെൺമാടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്. ഈ സമയത്ത് പത്രോസിനും ദർശനം കൊടുത്തു. പുള്ളിക്ക് തുപ്പട്ടി കാണിച്ചു. സകല നാൽക്കാലിയുടെ ജാതിയും എല്ലാം. പണ്ടൊരാൾ വായിച്ചു പത്രോസിന് തീപ്പെട്ടി കാണിച്ചു. അത് തെറ്റിയെന്ന് കണ്ടപ്പോൾ അടുത്തിരുന്ന പുള്ളി വായിച്ചു തീപ്പെട്ടിയല്ല തേപ്പോട്ടിയാന്ന് പറഞ്ഞു. തേപ്പോട്ടിയും തീപ്പെട്ടിയൊന്നും അല്ല, തുപ്പട്ടിയാ കാണിച്ചത്. അപ്പോൾ ഇത് കണ്ട് എന്തിനാ കാണിച്ചെന്ന് ചോദിച്ചാൽ, ഇയാൾ ഈ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോകുകയല്ല. പുള്ളി ആള് താക്കോലൊക്കെ കയ്യിലുണ്ടെങ്കിലും പുള്ളിക്കൊരു ചെറിയ പിന്നെ ഉണ്ട്. നമുക്കൊക്കെ അങ്ങനെ ആണല്ലോ, അല്ലേ നമ്മൾ പറഞ്ഞേ അവർ മറ്റേ ആളാ. യോ പിടി കിട്ടിയില്ല. ആ തള്ളെ കണ്ടാൽ നമുക്ക് പിടി കിട്ടും, അയാളെ കണ്ടാൽ പിടി ഒന്നും അറിയാൻ മേല എല്ലാം. അയ്യോ ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ പുള്ളി അങ്ങോട്ട് പോകുകയല്ലെന്ന് ദൈവത്തിന് അറിയാം. അതിനാ തമ്പുരാൻ നേരെ ഇറക്കി കൊടുത്തു തുപ്പട്ടി. ഞാനിതൊന്നും തിന്നത്തില്ല, ഞാൻ വിശുദ്ധ അതല്ല, ഞാൻ വിശുദ്ധീകരിച്ചതാ, നീ പോ. കണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൊർന്നല്യോസ് നാള് വന്നു. അന്നേരം പുള്ളി പോയെന്നുള്ളതാണ്. അവിടെ ചെന്നപ്പോൾ കൊർന്നല്യോസ് പറഞ്ഞു, അയ്യോ വന്നത് ഉപകാരം കേട്ടോ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഉടനെ പുള്ളി വാ തുറന്നെന്നാണ് എഴുതിയേക്കുന്നത്. പത്രോസ് അങ്ങനല്ല, അങ്ങനെ ഒന്ന് വായിച്ചാ പദം. അപ്പോൾ പത്രോസ് വായി തുറന്ന് മതി മതി, ഇത് 2-3 മണിക്കൂറായിട്ടും വാ തുറന്നില്ലല്ലോ. ഇനിയും തുറക്കുന്നത് വീട്ടിൽ ചെല്ലുമ്പോഴാ. നല്ലതുപോലെ തുറക്കാൻ തുറക്ക. 2 കാര്യത്തിനെ ചിലർ തുറക്കുള്ളൂ. ഒന്ന് നുണയും കൊതിയും പറയാൻ, 2 പത്രോസ് വചനം പറയാനാ വാ തുറന്നു. വചനം പറയാൻ വാ തുറന്നു, നന്നായിട്ട് തിരുവചനം പറഞ്ഞു. അപ്പോൾ സുവിശേഷം വചനം അതല്ലേ പറഞ്ഞു. ആദ്യം വചനം ഉണ്ടായിരുന്ന വചനം, ആ വചനം അതാ പറഞ്ഞു. അത് പറഞ്ഞപ്പോ എന്തോ സംഭവിച്ചു. 44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും. സുവിശേഷം കേട്ടാൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുണ്ടായി അഭിഷേകം പ്രാപിച്ചു ദൈവമക്കൾ ആരാധിക്കും. ഈ നിന്ന് പോയെന്നൊക്കെ ചിലര് പറയുന്നു. ഏതാ? ഞാൻ തർക്കിക്കാനില്ല. കാരണം ദൈവസഭയ്ക്ക് അങ്ങനെ ഇല്ലെന്നാ ഞാനില്ല. പക്ഷേ സ്നേഹത്തിലും ദൈവകൃപയിലും ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിനയമായിട്ട് പറയട്ടെ, നിന്നിട്ടില്ല. മൗടെ കൊണ്ടാക്കാതെ നിന്നിട്ടില്ല. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ വിടുതലുകളും ആകാത്മ്യവും അനുഭവിച്ചവരായി ഇതിനകത്തിരിക്കുന്ന സിംഹഭാഗവും. ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടാ പറയും. നിങ്ങൾ അനുഭവസ്ഥരാ.
ഈ ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും ഒക്കെയുള്ള ചില വീടുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ അഭിഷേകം പ്രാപിച്ച 10 എണ്ണം അങ്ങോട്ട് ചെന്നാൽ മതി. കെടികെട്ടിയ മന്ത്രവാദികൾ വന്നിട്ട് പോലും അത് നടക്കുന്നില്ലെന്ന്. അന്ന് നടക്കണ്ട, ഞങ്ങൾക്ക് 5 പൈസ തരണ്ട, അര കാശും തരണ്ട, ഒരു ചായയും വേണ്ട, കാപ്പിയും വേണ്ട, കടിയും വേണ്ട, കുടിയും വേണ്ട, അടിയും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളുടെ കൂട്ടെ അഭിഷേകം പ്രാപിച്ചൊരു 10 എണ്ണത്തിനെ അങ്ങോട്ട് കൊണ്ടിരുത്തി. ചിലപ്പോൾ ഒരു പഴമ്പായായിരിക്കും, ചണച്ചാക്കായിരിക്കും, കാജില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ തമ്പേറുമൊക്കെ ഒരു വശം പൊട്ടിയതായിരിക്കും. എന്നാലും ഞങ്ങളങ്ങോട്ട് വന്ന് മുഴങ്കാലിന്മേലിരുന്ന് ഞങ്ങളുടെ രീതിയാണ് പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങി. 2 ശീലി പാട്ടുമൊക്കെ അങ്ങോട്ട് പാടി ആത്മാവിലങ്ങോട്ട് നിറഞ്ഞ് മറുഭാഷ പറഞ്ഞ് ആത്മാവിലങ്ങോട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല ആഭിചാരവും മാറും. മന്ത്രവാദത്തിൻ്റെ സകല കെട്ടും പൊട്ടും, സകല ശക്തികൾ ഇളകി മാറും. അനുഭവിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്, അനുഭവിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. ആഭിചാരത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ സകല കെട്ടുകളെയും പൊട്ടിക്കുന്ന ദൈവശക്തിയാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകൾ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെ പിടിച്ചടക്കും. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അന്ധകാരത്തിന്റെ കോട്ടകളെ ഈ രാത്രി ദൈവം വെട്ടിമാറ്റും. ദുഷ്ടശക്തികളുടെ മേൽ ഇന്ന് രാത്രി ദൈവം ജയം തരും. നിന്റെ കുടുംബത്തിനെതിരെ, സഭയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ, ദേശത്തിന്റെ വിടുതലിനെതിരെ വ്യാപരിക്കുന്ന ദേശാധിപതിയുടെ ശക്തികൾ, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ രാത്രി ആത്മാവിന്റെ വ്യാപാര ശക്തി മൺകൂടാരങ്ങൾ വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി, ആഭിചാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി അടിയട്ടെന്ന്. രോഗാത്മാവിനെ ഇന്ന് രാത്രി ദൈവം അടിച്ചു മാറ്റുന്ന രാത്രിയാ. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് അരുളി ചെയ്ത ദൈവാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രിയിൽ ആത്മാവിൽ കാണുകയാ. ചില കെട്ടുകൾ പൊട്ടട്ടെ. ദേശാധിപതിയുടെ ശക്തികൾ ജനത്തെ തടഞ്ഞു വെക്കുന്ന, ജനത്തെ ഭിന്നിപ്പിക്കുന്ന, ദേശത്തെ വേലക്കെതിരെ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ആഭിചാരത്തിന്റെ ശക്തി കുടുംബത്തിനെതിരെ, സഭയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ ചെയ്തു വച്ചിരിക്കുന്ന കാറ്റുകൂട്ടുന്ന സകല കെട്ടുകൾ ഇന്ന് രാത്രി ദൈവം അടിച്ചു മാറ്റുന്ന രാത്രി. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിക്കട്ടെ. ക്യാൻസറിന്റെ ശക്തികൾ, ബ്രെയിൻ ട്യൂമറുകൾ, കിഡ്നി പ്രോബ്ലം, ഹാർട്ടിന്റെ പ്രോബ്ലം ഇന്ന് രാത്രി ശിരസ് മുതൽ പാരം വരെ ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. അകത്തും പുറത്തും ഒരുപോലെ ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രിയിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അഭിഷേകത്തിന്റെ ശക്തി, ആത്മവ്യാപാരത്തിന്റെ ശക്തി ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെന്ന ആരും മൗനമായിരിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ മേൽ ശിരസ് മുതൽ പ്രാണം വരെ, അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗത്തെ, രോഗാണുക്കളെ ഇന്ന് രാത്രി അടിച്ചു മാറ്റുകയാ. വന്നതുപോലെ തിരിച്ചു പോകരുത്, വന്നതുപോലെ തിരിച്ചു പോകരുത്. സൗഖ്യത്തോടെ തിരിച്ചു പോകണം, വിടുതലോടെ തിരിച്ചു പോകണം. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും. യേശു ഇന്ന് രാത്രി നിന്റെ പ്രചരണത്തിന് പരിഹാരം തരും. ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുന്ന ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലിന്റെ വ്യാപാര ശക്തി അയക്കട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം.
രാജാവിന് മഹത്വം, മഹത്വം, മഹത്വം. ദൈവത്തിന് മഹത്വം, യേശു ക്രിസ്തുവിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഉടമന ദിരിപികബരബടബല, ദിരിപികബരബടബല, അന്തരാ ജലാധാര വൈഡപ്രമനബടബല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം.